കാണുന്നുണ്ട് സർ. ഓക്കെ. ഇതിൽ ആ സൈഡ് ബാർ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് കാണുന്ന ഡാറ്റ ടൈപ്സ് തുടങ്ങി അല്ലെങ്കിൽ എക്കോ പ്രിന്റ് തുടങ്ങിയാണ് നമ്മൾ അല്ലേ ഞാൻ ആ ഇതിൽ പറഞ്ഞത് നോക്കാൻ പറഞ്ഞു. വേരിയബിൾസ് വരെ ഞാൻ അന്ന് ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഡാറ്റ ടൈപ്സ്, പിന്നെ സ്ട്രിങ്ങുകൾ, നമ്പേഴ്സ്, മാത്ത് എന്നുള്ളത്, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഇഫ് എൽസ് ഇഫ്, സ്വിച്ച്, ലൂപ്പുകൾ, ഡിഫറെൻറ്റ് ലൂപ്പുകൾ, ഫങ്ഷൻസ്. ഇത്ര വരെയാണ് ആ ഒരു പോർഷനിൽ കവർ ചെയ്ത് പോയത്. ഇതിലേതെങ്കിലും ഞാൻ എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ അരേസും സൂപ്പർ ഗ്ലോബൽസും പറഞ്ഞ് നേരെ PHP ഫോം ഹാൻഡ്ലിങ്ങിലേക്ക് പോവാം. PHPയുടെ പവർ മുഴുവൻ ഇരിക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്, ഫോം ഹാൻഡ്ലിങ്ങിലാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ അരേസും ഈ സൂപ്പർ ഗ്ലോബൽസും ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ വേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ നോക്കി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ ഏതൊരു ലാംഗ്വേജിലുള്ളത് പോലെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ഇവിടെയൊക്കെ. ഓപ്പറേറ്റേഴ്സ്, ഇഫ് എൽസ് ഇഫ്, സ്വിച്ച്, ലൂപ്പുകൾ, ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഫങ്ഷൻ എന്നുള്ള കീവേഡ് തന്നെയാണ് ഇവിടെയും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെയും ഡാറ്റ ടൈപ്പ് ഡിക്ലറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വേരിയബിൾ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യുന്ന ഏതാണോ ആ ടൈപ്പിലേക്ക് മാറും. സ്ട്രിങ് ടൈപ്പ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, അരേസ്, ഒബ്ജക്റ്റ്, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് റിസോഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഈ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഒരു 5-6 പറയാൻ പറ്റിയാൽ അത് മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഞാൻ അരേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ. ആ സർ. PHPയിൽ അരേസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇതിലിപ്പോൾ അരേ എന്താണെന്ന് അറിയാമല്ലോ. സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ വൺ സിംഗിൾ വേരിയബിൾ. ഒരു സിംഗിൾ വേരിയബിൾ നെയിമിൻ്റെ അകത്ത് പല വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഒന്നിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അത് ഓരോന്നും ആക്സസ് ചെയ്യുക ആ വേരിയബിൾ നെയിമിൻ്റെ അകത്തൊരു ഇൻഡെക്സ് കൂടെ ചേർത്തിട്ടാണ് അല്ലേ. A(i) അല്ലെങ്കിൽ A(1), A(0), array(1), അങ്ങനെയൊക്കെ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. $cars ഈക്വൽ ടു array ഓഫ് വോൾവോ, BMW, ടൊയോട്ട. 3 സ്ട്രിങ്ങുകളുടെ അറേയാണ്. അത് ഓരോന്നും ആക്സസ് ചെയ്യുന്നത് $cars of 0, $cars of 1, $cars of 2. നമ്മൾ സാധാരണ സിയിലും CPPയിലും ഒക്കെ പഠിച്ച പോലെ തന്നെ അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ്, ന്യൂമറിക്കൽ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് സാധാരണ അരേസ് എല്ലാം. ഇവിടെ അറേ നെയിമിൻ്റെ പേരിൽ എന്താണ്, എല്ലാ വേരിയബിൾ നെയിമിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പോലെ അറേ നെയിമിൻ്റെ ഫ്രണ്ടിലും കാണും. പിന്നെ അറേ ഡിക്ലെയർ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അറേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ ഉള്ളൊരു കീവേഡ് വെച്ചിട്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, സാധാരണ ബ്രാക്കറ്റാണ്. അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുത്തിരിക്കും. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇങ്ങനെ കോമ ഇട്ടിട്ട് കൊടുക്കും. ഇതിപ്പോൾ സ്ട്രിങ്ങുകളാണ്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് ഇൻറ്റിജറോ ഫ്ലോട്ടോ എന്ത് വേണമെങ്കിൽ കൊടുക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ സാധാരണ സീനും CPPയിലൊക്കെ പഠിക്കുന്ന അരേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻറ്റിജർ അരേ ആണെങ്കിൽ എല്ലാ എലമെൻസും ഇൻറ്റിജർ ആയിരിക്കും. ഫ്ലോട്ട് അരേ ആണെങ്കിൽ എല്ലാം ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും. ക്യാരക്ടർ അരേ ആണെങ്കിൽ എല്ലാം ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതല്ലാതെ മിക്സ് ചെയ്ത് നമുക്കൊരു അരേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഞാനിവിടെ ടൊയോട്ട എന്നുള്ളതിന് പകരം ഒരു നമ്പർ കൊടുക്കുകയാണ് 7. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ആദ്യം ഞാൻ റൺ ചെയ്യുന്നതിന് മുമ്പ് കാണിച്ച ഐ ലൈക്ക് വോൾവോ, BMW ആൻഡ് ടൊയോട്ട എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്തത് ഇതാണ്. ഈ എക്കോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അതിൻ്റെ അകത്ത് എന്താണ്, കാർസ് ഓഫ് 0, കാർസ് ഓഫ് 1 ആൻഡ് കാർസ് ഓഫ് 2. ഈ 2 എന്നുള്ളിടത്താണ് ടൊയോട്ട ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്താൽ വോൾവോ, BMW ആൻഡ് 7. അതായത് ഇവിടെ നമ്പർ കൊടുത്താലും ഇൻറ്റിജർ കൊടുത്താലും ഫ്ലോട്ട് കൊടുത്താലും സ്ട്രിങ് കൊടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. അരയുടെ അകത്ത് ഏത് ടൈപ്പ് എലമെൻസും നമുക്ക് അറേയുടെ ഏത് എലമെൻ്റായിട്ടും വരാം. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ കാണുന്ന അരേസിൽ നിന്നുള്ള വ്യത്യാസമാണ് ഇതിലും PHPയിലും ജാവാസ്ക്രിപ്റ്റിലൊക്കെ വരുന്നത്. അതൊന്ന്. പിന്നെ അത് ഡിക്ലെയർ ചെയ്യുന്ന രീതി അരേ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇത്രയൊക്കെ ഇതേ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് അടുത്തൊരു സെക്ഷൻ പറയുമ്പോഴാണ്. നമ്മൾ സാധാരണ അരേസ് എന്തിനാണ് യൂസ് ചെയ്യുക, നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2 കാറിൻ്റെ പേര് അല്ലെങ്കിൽ 3 കാറിൻ്റെ പേരാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. $car1 വോൾവോ, $car2 BMW, $car
3 ആണെങ്കിൽ അത്ര ഓക്കെ. ഒരു 50 കാറ് അല്ലെങ്കിൽ 15 കാറ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വരെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ അറേസ് സാധാരണ യൂസ് ചെയ്യുക ഏത് ലാംഗ്വേജിലാണെങ്കിലും. ഓക്കെ, ഇനി അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെ അറേ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ PHP-യിൽ 3 ടൈപ്പ് അറേസാണുള്ളത്. 3 ടൈപ്പ് അറേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പേ ഉള്ളൂ. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ അറേ. സിംഗിൾ ഡയമെൻഷണൽ അറേ എന്നുള്ളതും മൾട്ടി ഡയമെൻഷണൽ അറേ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒറ്റ റോ അല്ലെങ്കിൽ ഒറ്റ കോളം മാത്രമുള്ള അറേയാണ് സിംഗിൾ ഡയമെൻഷണൽ അറേ. AOI ഒറ്റ ഇൻഡെക്സ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ആക്സസ് ചെയ്യുന്ന അറേസിന് സിംഗിൾ ഡയമെൻഷണൽ അറേ എന്ന് പറയും. നമ്മൾ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ 2 ഡയമെൻഷണൽ അറേ AFIJ അല്ലേ? 2 റോയും റോ നമ്പറും കോളം നമ്പറും ഇൻഡെക്സ് ആയിട്ട് പറയും. 2 ഇൻഡെക്സ് പറയുന്നതിന് നമ്മൾ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയും. 3 ഇൻഡെക്സ് പറയുന്നത് 3 ഡയമെൻഷണൽ അറേ. അപ്പോൾ ജനറലായിട്ട് ഒന്നിലധികം ഇൻഡെക്സ് ഉള്ളതിന് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. ഓക്കെ, അത് ഇതിൻ്റെ ഒരു വകഭേദം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരിക്കും ഇത് രണ്ടുമാണ് ഡിഫറൻസ്. ഇൻഡെക്സ്ഡ്, നോർമൽ ഇൻഡെക്സ്ഡ് അറേസ് ആൻഡ് അസോസിയേറ്റീവ് അറേസ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ നോർമൽ അറേസ് നമ്മൾ ഇതുവരെ കണ്ട സിയിലും CPP-യിലും കണ്ട അറേസ് വിത്ത് എ ന്യൂമറിക് ഇൻഡെക്സ് ആണ്. ന്യൂമറിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് 0 തുടങ്ങി 0, 1, 2, 3 പോസിറ്റീവ് ന്യൂമറിക് ഇൻഡിജേഴ്സ് മാത്രമായിരിക്കും അറേയുടെ ഇൻഡെക്സ്. അതായത് ഒരു അറേ നെയിം ഉണ്ടെങ്കിൽ അറേയുടെ ഫസ്റ്റത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ അറേ നെയിം A എന്നാണെങ്കിൽ A0 ആണ് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് A1, തേർഡ് എലമെന്റ് A2. അങ്ങനെ ന്യൂമറിക്കൽ ഇൻഡെക്സ് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരിക. പക്ഷേ അസോസിയേറ്റീവ് അറേയിൽ അങ്ങനെയല്ല. അസോസിയേറ്റീവ് അറേയിൽ ന്യൂമറിക്കൽ ഇൻഡെക്സിന് പകരം നമുക്ക് പേരുകൾ ഓരോന്ന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുറേ പേരുടെ ഏജ്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഏജുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറേ വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അറേ സാധാരണ നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഇൻഡ് ഏജ് ഓഫ് ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഏജ് ഓഫ് 50 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഏജ് ഓഫ് 0, റോൾ നമ്പർ 1 എന്ന് പറഞ്ഞ ആൾക്കുട്ടിയുടെ ഏജ് സ്റ്റോർ ചെയ്യാൻ ഏജ് ഓഫ് 0 എന്നുള്ള പൊസിഷനിൽ അത് സ്റ്റോർ ചെയ്യും. റോൾ നമ്പർ 2 ഉള്ള ആളുടേത് ഏജ് ഓഫ് 1 എന്നുള്ളതിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് 0, 1, 2, 3 എന്നാണ് കിടക്കുക. അപ്പോൾ എനിക്ക് ഒരു കുട്ടിയുടെ പേര് വെച്ചിട്ട് ആ കുട്ടിയുടെ ഏജ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തറിയണം? ആ കുട്ടിയുടെ റോൾ നമ്പർ അറിയണം. ആ റോൾ നമ്പർ -1 ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ആ കുട്ടിയുടെ ഏജ് അറിയാൻ. അതല്ലാതെ എനിക്ക് ഏജ് ഓഫ് ബാബു അല്ലെങ്കിൽ ഏജ് ഓഫ് ഗീത എന്ന് പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞിട്ട് അറേ ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് ഇൻഡെക്സ് ആയിട്ട് നമുക്ക് സ്ട്രിങ് കൊടുക്കാൻ പറ്റണം. അത്തരം അറേസിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുക. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ വരും. ഇൻഡെക്സ്ഡ് അറേ, അസോസിയേറ്റീവ്, രണ്ട് നമ്മൾ മെയിൻ ഡിഫറൻസ് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറഞ്ഞാൽ അറേസ് വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് ആണ്. അസോസിയേറ്റീവ് അറേസ് എന്ന് പറഞ്ഞാൽ അറേസ് വിത്ത് നെയിംഡ് കീസ്, അതായത് ഇൻഡെക്സ് ആയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഓരോ പേരുകൾ അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് അറേയിലുള്ള ഡിഫറൻസ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഏജ് ഓഫ് 0, ഏജ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആരുടെ ഏജ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതേസമയം ഏജ് ഓഫ് മേരി, ഏജ് ഓഫ് ബാബു എന്ന് പറഞ്ഞാൽ ഇന്ന ആളുടെ ഏജ് എന്നുള്ളത് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിൽ അറേസ് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂടും, കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അറേസാണ് അസോസിയേറ്റീവ് അറേസ്. PHP-യിൽ അങ്ങനെയുള്ള അറേസ് ഉണ്ട്. ഇനി പറയുന്നത്, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഇനി പറയുന്നത് അറേ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ചില ഫങ്ഷൻസ് ആണ്. ഈ കൗണ്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ, കൗണ്ട് ഓഫ്, അവിടെ നോക്ക്, കൗണ്ട് ഓഫ് $cost. $cost എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അറേ വിത്ത് 3 ഐറ്റംസ് അല്ലേ? 3 ഐറ്റംസ് ഉള്ള ഒരു അറേയാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ട്, ആ അറേയുടെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക അല്ലേ? നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് എടുക്കും. അറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറേയുടെ ലെങ്ത്, കണ്ടൻസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ എത്ര ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു എലമെൻറ്റ്സിൻ്റെ എണ്ണം കിട്ടും. ഇവിടെ നമ്മൾ കൗണ്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ്. PHP-യുടെ മെയിൻ പവർ തന്നെ PHP-ക്ക് അകത്ത് 1,00,000-ഓളം എന്താ പറയുക കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. 16 കണക്കിന് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷൻസാണ് ഇത് PHP-യുടെ ശരിക്കും പറഞ്ഞാൽ പവർ. അപ്പോൾ അതിൽ പെട്ട ഒരു ഫംഗ്ഷനാണിത്, കൗണ്ട് ഓഫ് $cost. ആ അറേ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കൗണ്ട് റിട്ടേൺ ചെയ്യുന്നൊരു ഫംഗ്ഷനാണിത്. ഒക്കെ ജസ്റ്റ് എന്തെങ്കിലും ചോദിച്ചാൽ അറേ ആയിട്ട് ബന്ധപ്പെട്ട PHP അറേസുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇൻഡെക്സ്ഡ് അറേസ് എന്നുള്ളതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അതായത് നോർമൽ നമ്മുടെ സാധാരണ അറേ. ഇൻഡെക്സ്ഡ് അറേ രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, ഇൻഡെക്സ് ക്യാൻ ബി അസൈൻഡ് ഓട്ടോമാറ്റിക്കലി,
അതായത് ഇൻഡെക്സ് എപ്പോഴും സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ഇൻഡെക്സ് കൊടുത്തുകൊണ്ട് ഇത് ആദ്യം കാണുന്നത് അതാണ്. ഡോളർ കാസ് ഈക്വൽ ടു അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് അറേ ക്രിയേറ്റ് ചെയ്താൽ അതാണ് നമ്മളിവിടെ വോൾവോ എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് 0 ആണെന്നോ BMW ഇൻഡെക്സ് 1 ആണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ആ 0 1 എന്നുള്ള ഡിജിറ്റുകൾ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം പറയുന്നതിന് 0th ഇൻഡെക്സിലും BMW രണ്ടാമത് പറയുന്നതിന് ഇൻഡെക്സ് 1 മറ്റേത് ഇൻഡെക്സ് 2 അങ്ങനെ അസൈൻ ചെയ്യും. അപ്പം അങ്ങനെ അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എഴുതാം, ഡോളർ കാർസ് ഓഫ് 0 ഈക്വൽ ടു വോൾവോ, എന്നിട്ട് ഡോളർ കാർസ് ഓഫ് 1 ഈക്വൽ ടു BMW. ഇങ്ങനെ അസൈൻ ചെയ്താൽ അത് എന്തായി, കാർസ് എന്നുള്ളത് എന്തായി മാറും, ഒരു അറേ ആയിട്ട് മാറും. ഓക്കെ, ഇൻഡെക്സ് ക്യാൻ ബി അസൈൻഡ് മാനുവലി. ഇതാണ് നമ്മൾ മാനുവലി കൊടുക്കുന്ന ഇൻഡെക്സ്. കാർസ് ഓഫ് 0ലേക്ക് വോൾവോ, കാർസ് ഓഫ് 1 നമ്മൾ തന്നെ പ്രോഗ്രാമിൽ എഴുതി വെക്കുകയാണ്. ഇൻഡെക്സ് 1 2 അങ്ങനെ എഴുതിയിട്ട് ആ വാല്യൂസ് നേരെ അസൈൻ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയും അറേസ് ക്രിയേറ്റ് ചെയ്യാം, ഇൻഡെക്സ് അറേസ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അറേ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും, ഇവിടെ ഇൻഡെക്സ് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നു. The following example creates an indexed array named $cars, assigns 3 elements to it and then prints the text containing the array value. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. കാസ് എന്നുള്ള പേരിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ എക്കോ ചെയ്യുന്നു. ഇതിലെ കണ്ട ഐ ലൈക്ക് $cars of 0 1 2 3 വാല്യൂസും ഡിസ്പ്ലേ ചെയ്യും. ജസ്റ്റ് അറേ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ലൂപ്പിംഗ് ത്രൂ ആൻ അറേ, നമുക്ക് കുറേ അധികം എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ എല്ലാ എലമെൻറ്റ്സും ഒന്ന് ലൂപ്പ് ചെയ്ത് പോകണം എന്തെങ്കിലും ആവശ്യത്തിന്. ഒന്നുകിൽ ചിലപ്പോൾ വെറുതെ ഡിസ്പ്ലേ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ അറേ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വെച്ചിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാനായിരിക്കാം. ലാർജസ്റ്റ് ഓഫ് 10 നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറേസ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അറേയിൽ കൂടെ എങ്ങനെ ലൂപ്പ് ചെയ്ത് പോകാം, 1-2 മെത്തേഡുകളാണ് പറയുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൽ എന്താ ചെയ്യുക, ഒരു വേരിയബിൾ അത് 0യിൽ സ്റ്റാർട്ട് ചെയ്യും. ഫോർ i ഈക്വൽ ടു 0, ഇവിടെ ഐക്ക് വരെ x യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേരിയബിൾ i ആണെങ്കിൽ i പഠിച്ചതാണെങ്കിൽ i ഇവിടെ പറയാം. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ നമ്മൾ എന്താ പറയുക നോർമലി അറേയുടെ ലെങ്ത്ത്, i ലെസ് ദാൻ n നമ്മൾ പറയും അല്ലേ. ഇപ്പോൾ n എന്ന് പറയുന്നത് അറേയുടെ ലെങ്ത്ത്. ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഉള്ള അറേ ആണെങ്കിൽ എവിടെ വരെ പോകണം, i ലെസ് ദാൻ 10, n 10 ആയിരിക്കും, 9 വരെ, 0 to 9 വരെ. അപ്പോൾ അതുകൊണ്ട് $x ലെസ് ദാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഡോളർ അറേ ലെങ്ത് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ്. ഈ അറേ ലെങ്ത് എന്നുള്ള വേരിയബിളിലേക്ക് എന്താ അസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. എന്താണ്, കൗണ്ട് ഓഫ് കാസ്. ഈ കാസ് എന്ന് പറഞ്ഞ അറേയുടെ കൗണ്ട്, അതായത് അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ലെങ്ത്. അപ്പോൾ ആ ലെങ്ത് അവിടെ കിട്ടി. സാധാരണ പോലെ ഫോർ ലൂപ്പ് i++ എന്ന് പറയുന്നത് x++, ഒന്നുമില്ല, വെറുതെ $cars of x അല്ലെങ്കിൽ cars of i ആണ് യൂസ് ചെയ്തെങ്കിൽ i 0th എലമെൻറ്റ് വോൾവോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം എക്കോ BR എന്ന് പറഞ്ഞാൽ ഈ എക്കോ എപ്പോഴും മനസ്സിൽ വേണം. എക്കോ എങ്ങോട്ടാണ് പോകുന്നത്, ബ്രൗസറിലേക്കാണ്. ബ്രൗസറിൽ ഇത് പോയാൽ ഈ വോൾവോ എന്നുള്ള സ്ട്രിങ് ആണ് അവിടെ ബ്രൗസറിൽ കിട്ടുക, അതവിടെ വെബ് പേജിൽ കാണിക്കും. അടുത്ത BR ആണ് കിട്ടുക. BR വന്നാൽ ന്യൂ ലൈൻ, വെബ് പേജിൽ ഒരു പുതിയ ലൈനിലേക്ക് പോകും. വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത കാറിൻ്റെ പേര് അടുത്ത ലൈനിൽ വരും, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓരോന്നും ഡിസ്പ്ലേ ചെയ്യാൻ ലൂപ്പിംഗ് ത്രൂ അറേ ഫസ്റ്റ് മെത്തേഡാണ് ഇത് പറയുന്നത്. ഒരു വേരിയബിൾ 0യിൽ സ്റ്റാർട്ട് ചെയ്ത് അറേയുടെ ലെങ്ത്ത് വരെ, ലെസ് ദാൻ ദാറ്റ് അറേ ലെങ്ത്ത് വരെ പോകുന്ന ഒരു ലൂപ്പ്, അതിനകത്ത് ഓരോന്നും എടുത്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതേ കാണിച്ചിട്ടുള്ളൂ. ഇനി അതല്ലാതെ ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ പിന്നെ പഠിക്കും. അങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട്. ആ ഫോർ ലൂപ്പ് പഠിച്ച കൂടുതൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ച് കാണാം. നമുക്ക് അസോസിയേറ്റീവ് അറേ വരുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഉപയോഗം വരിക. ഓക്കെ, അപ്പോൾ അടുത്തത് അതിലേക്കാണ് പോകുന്നത്. Associative arrays. Associative arrays are arrays that use named keys that you assign to them. നമ്മൾ പേര് കീസ് 0 1 2 3 എന്ന് പറയുന്നതിന് പകരം ഇപ്പം എനിക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ താഴത്തെ നോക്കാം ആദ്യം. $age of Peter, $age of സിംഗിൾ കോഡ്സിനകത്ത് ഞാൻ പീറ്റർ എന്ന് പറഞ്ഞു. അതായത് ഇൻഡെക്സ് ആയിട്ട് പറഞ്ഞത് 0 1 2 3 എന്ന് പറയുന്നതിന് പകരം ഒരു പേര് തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഒരു കീ പറഞ്ഞു. കീ എന്നാണ് നമ്മൾ പറയുക, കീ വാല്യൂ പെയർ എന്നാണ് അതിന് പറയാം. ഓക്കെ, ഇതാണ് പീറ്റർ എന്നുള്ളതാണ് കീ, അതിൻ്റെ വാല്യൂ ആണ് 35. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ ആരെ, $age of Peter ഈക്വൽ ടു 35. പീറ്ററിൻ്റെ ഏജ് 35 ആണെന്ന് ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന ആൾക്ക് നോർമലി മനസ്സിലായി. അപ്പോൾ പ്രോഗ്രാമിലും അത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഗ്രാമിങ്ങിൻ്റെ റീഡബിലിറ്റി കൂട്ടാണ്. $age of ബെൻ എന്ന് പറഞ്ഞ ആളുടെ ഏജ് 37, ഏജ് ഓഫ് ജോ 43. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും എക്കോ സ്റ്റേറ്റ്മെൻറ്റിൽ
നമ്മൾ എക്കോ $age of Peter എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 35 ആയിരിക്കും. ഇനി അത് നോർമലി നമ്മൾ സാധാരണ അറേ ക്രിയേറ്റ് ചെയ്ത പോലെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. $age അറേ എന്നുള്ള ഫംഗ്ഷൻ തന്നെ ഇവിടെ ഓരോ കോമയ്ക്കും ഇടയിൽ വരുന്ന കാര്യം നോക്കുക. ഒരു കീ വാല്യൂ പെയർ ആണ്. കീ വാല്യൂ പെയർ ഇതാണ് കീ. ആദ്യം പറയുന്ന കോഡ്സിനകത്ത് പറയുന്നത് അതിൻ്റെ കീയും രണ്ടാമത് വരുന്ന കോഡ്സിനകത്ത് വരുന്നത് അതിൻ്റെ വാല്യൂ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ആരോ സിമ്പിളാണ്. ആരോ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഈക്വൽ ടു സിമ്പിളും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും കൂടി ചേർത്തിട്ട് ഒരു ആരോ പോലെ നമ്മൾ ടൈപ്പ് ചെയ്യും. ഓക്കെ, അതായത് പീറ്റർ എന്ന് പറയും. പീറ്റർ ആണ് ഇൻഡെക്സ് ആയിട്ട് ഇനി വർക്ക് ചെയ്യേണ്ടത്. ഏജ് ഓഫ് പീറ്റർ ഈക്വൽ ടു 35 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഏജ് ഓഫ് ബെൻ ഈക്വൽ ടു 37 എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കീ വാല്യൂ പെയർ ഇങ്ങനെ കോമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അറേ ഫംഗ്ഷൻ വെച്ചിട്ടും എന്ത് ക്രിയേറ്റ് ചെയ്യാം? അസോസിയേറ്റീവ് അറേ ക്രിയേറ്റ് ചെയ്യാം. ഇത് പറയാതെ വെറുതെ അറേ ഓഫ് 35, 37, 43 എന്ന് മാത്രമാണ് കൊടുത്തതെങ്കിൽ ഏജ് ഓഫ് 0, ഏജ് ഓഫ് 1, ഏജ് ഓഫ് 2 എന്ന് വേണ്ട നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് ആക്സസ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഈ ഒരു രീതിയിൽ ഇത് ഓർത്തിരിക്കുക, അത്രയും ഭാഗം ഓർത്തിരിക്കുക. അതിനകത്ത് രണ്ട് പാർട്ടാണ് ഉള്ളത്. ആദ്യം പറയുന്ന ഡബിൾ കോഡ്സിനകത്ത് വരുന്ന ഭാഗം എന്താണ്? കീ എന്ന് പറയും. കീ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ആരോ സിമ്പിളാണ്. ആരോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ ടുയും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും കൂടി ചേർത്തിട്ടാണ് ആരോ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കോഡ്സിനകത്ത് വരുന്നത് അതിൻ്റെ വാല്യൂ 35. അപ്പോൾ ഏജ് ഓഫ് പീറ്റർ എന്ന് പറഞ്ഞാൽ 35 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കോമ ഇടുക. അടുത്ത എലമെൻറ്റിൻ്റെ കീ ബെൻ ആണ്. അതായത് ഏജ് എന്ന് പറഞ്ഞ അറേയുടെ കീ ബെൻ, അതിൻ്റെ വാല്യൂ 37. ഇനി അടുത്ത കീ ജോ, അതായത് ഏജ് ഓഫ് ജോ ഈക്വൽ ടു 43 എന്നാണ് പറയുക. അപ്പോൾ ഇത് ഓരോന്നും കോമ ഇട്ടിട്ട് സാധാരണ പോലെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള സാധനം രണ്ട് സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. കീയും വാല്യൂവും. കീൻ്റെയും വാല്യൂവിൻ്റെ ഇടയിൽ ഒരു ആരോ സിമ്പിളാണ്. ആരോ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് മനസ്സിലാക്കുക. ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കീയും അത് ഡബിൾ കോട്ട്സിലായിരിക്കും. റൈറ്റ് സൈഡിൽ അതിൻ്റെ വാല്യൂ അതും ഡബിൾ കോട്ട്സിലായിരിക്കും. എന്നിട്ട് ഈ അറേ നമുക്കിപ്പോൾ ബെന്നിൻ്റെ ഏജ് കിട്ടണമെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുക. എക്കോ എന്ന് പറഞ്ഞിട്ട് ഏജ് ഓഫ് $age of ബെൻ സിംഗിൾ കോട്ട്സിൽ ബെൻ എന്ന് കൊടുത്താൽ മതി. ഡബിൾ കോട്ട്സിൽ കൊടുത്താലും വർക്ക് ചെയ്യുമായിരിക്കും. കൊടുത്താൽ 37 എന്നുള്ള വാല്യൂ അത് റിട്ടേൺ ചെയ്യും. അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അറേ ആക്സസ് ചെയ്യാം. ഒറ്റൊരു വ്യത്യാസമുള്ളൂ, നമ്മൾ ഇതുവരെ പഠിച്ച അറേസിലെല്ലാം സിയിലും CPP-ലൊക്കെ പഠിച്ചതിലെല്ലാം ന്യൂമറിക്കൽ ഇൻഡെക്സ് മാത്രമേ വരുന്നു. ഇവിടെ ഇൻഡെക്സ് ആയിട്ട് വരുന്നത് പേരുകൾ അല്ലെങ്കിൽ കീസാണ്. സ്ട്രിങ് എന്ന് വേണമെങ്കിൽ ജനറലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പീറ്റർ ഈസ് 35 years old. ഇത് എവിടെ നിന്ന് വന്നു? ഈ എക്കോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഈ ഔട്ട്പുട്ട് വരുന്നത്. പീറ്റർ ഈസ് 35 എന്നുള്ളത് കിട്ടിയത് $age of പീറ്റർ ഇങ്ങനെ കൊടുത്തിട്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ പീറ്റർ എന്നുള്ളതിന് പകരം ബെൻ എന്ന് കൊടുത്താൽ, ബെൻ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്താൽ പീറ്റർ ഈസ് 37 years old. 37 എന്ന് പറഞ്ഞാൽ ഏജ് ശരിക്കും ബെന്നിൻ്റെ ആണ്. ഇവിടെ സെൻറ്റൻസ് പീറ്റർ ഈസ് എന്നത് ഞാൻ മാറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അറേ ആക്സസ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. $age എന്നാണ് അറേയുടെ പേര്. അത് ക്രിയേറ്റ് ചെയ്തത് അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്കി ഇത് വെച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് ഇത് ഓരോന്ന് വാല്യൂസ് എങ്ങനെ കീ വാല്യൂ പെയർ എങ്ങനെ കൊടുത്തു, കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ കൊടുത്തു എന്നുള്ളത് നോക്കുക. ഓരോ കീ വാല്യൂ പെയറിൻ്റെയും ഫ്രണ്ടിൽ ഫസ്റ്റ് LHS അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കീയും വിത്തിൻ കോഡ്സ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ വാല്യൂ വിത്തിൻ കോഡ്സ്. രണ്ടിൻ്റെ ഇടയിൽ കീയുടെ വാല്യൂയുടെ ഇടയിൽ ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ആരോ. അത്രയും കാര്യം മനസ്സിലാക്കുക. അറേ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൽ ആവശ്യം വരും. നമ്മൾ ഫോം അല്ലെങ്കിൽ ഫോം ഹാൻഡ്ലിംഗ് PHP വെച്ചിട്ടുള്ള ഫോം ഹാൻഡ്ലിംഗ് വരുമ്പോൾ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ഇനി ലൂപ്പ് ത്രൂ ആൻ അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേയിൽ എങ്ങനെ ലൂപ്പ് ചെയ്യും? ഇൻഡെക്സഡ് അറേയിൽ ലൂപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞു 4i = 0, i less than n എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പോകാം. കാരണം ഇൻഡെക്സ് എല്ലാം എന്താണ്? നമ്പേഴ്സാണ്. i++ എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറും ഇൻക്രിമെൻറ്റ് ചെയ്തു പോകും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ആദ്യത്തെ ആളുടെ പേര് കീ പീറ്റർ എന്നാണെങ്കിൽ രണ്ടാമത്തെ കീ ബെൻ എന്നാണ്. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഈ കീസ് മാറ്റി അറേയുടെ ലൂപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് for each എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനാണ്.
ഫോർ ഈച്ച് ഇതുപോലുള്ള അറേസിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ഫംഗ്ഷനാണ് ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ദിസ് അറേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ ഈച്ച് എലമെന്റ് ഓഫ് എന്ത് ഡോളർ ഏജ് എന്ന് പറഞ്ഞ അറേയിലെ ഓരോ എലമെന്റിനും വേണ്ടി ഈ ലൂപ്പ് വർക്ക് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ഡോളർ ഏജ് ആസ് എങ്ങനെ കീ വാല്യൂ ഈ സിമ്പിൾ നോക്കുക ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ $x എന്നുള്ളത് കീ ആണെങ്കിൽ $x_ വാല്യൂ എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ എന്നർത്ഥം. അപ്പോൾ അതായത് ഓരോ തവണയും ഫസ്റ്റത്തെ തവണ എക്സ് എന്നുള്ളതിൻ്റെ അകത്ത് വരുന്ന വാല്യൂ $x എന്നുള്ളതിൽ വരുന്ന വാല്യൂ പീറ്റർ എന്നായിരിക്കും. $x വാല്യൂ എന്നുള്ളതിൽ വരുന്ന വാല്യൂ 35 എന്നായിരിക്കും. ലൂപ്പ് അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ $x എന്നുള്ളതിൽ വരുന്ന വാല്യൂ ബെന്നും $x വാല്യൂ എന്നുള്ളതിൽ വരുന്ന വാല്യൂ 37 ആയിരിക്കും. മൂന്നാമത്തെ തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ $xൽ വരുന്ന വാല്യൂ ജോ, $x വാല്യൂവിൽ വരുന്ന വാല്യൂ ജോയുടെ ഏജ് ആയ 43. ഇത് ഓട്ടോമാറ്റിക് വന്നോളും, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഫോർ ഈച്ച് എന്ന് പറയുക, ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ഏജ് അല്ലെ, ഫോർ ഈച്ച് ബ്രാക്കറ്റിനകത്ത് $ഏജ് ആസ് എന്നുള്ളത് കീവേഡ് ഉപയോഗിക്കുക. ആസ് എങ്ങനെ ആസ് കീ ആൻഡ് വാല്യൂ, നമുക്ക് ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം. കീ ആൻഡ് വാല്യൂ. ഞാനിവിടെ ഇതിന് എക്സിന് പകരം കീ ഇവിടെ അല്ല, നമുക്ക് റൈറ്റ് എഡിറ്ററിൽ പോയി ചെയ്യാം. ഫോർ കെ ആസ് കീ ആൻഡ് വി അല്ലെങ്കിൽ വാല്യൂ, കീ വാല്യൂ എന്ന് തന്നെ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ $ഏജ് ആസ് $key ഗീവ്സ് അല്ലെങ്കിൽ എന്താണ് ആരോ സിമ്പിൾ $വാല്യൂ. അപ്പോൾ ഓരോ തവണ മനസ്സിലാക്കേണ്ടത് ഈ ലൂപ്പ് ഓരോ ഫസ്റ്റ് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കീ എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ പീറ്റർ ആയിരിക്കും. ആ സമയത്ത് വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത് 35 ആയിരിക്കും. അടുത്ത തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമല്ലോ, ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു, ഇവിടെ എത്തുമ്പോൾ റിപ്പീറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കീയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബെൻ എന്നുള്ള വാല്യൂ വരും. ആ സമയത്ത് വാല്യൂ എന്നുള്ളത് 37 ആയിരിക്കും. മൂന്നാമത്തെ തവണ ജോ 43 ആയിരിക്കും. അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കീ പീറ്റർ വാല്യൂ 35. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കുക. ഓരോ തവണ ലൂപ്പിൻ്റെ അകത്ത് എന്താ ചെയ്തത്, ഓരോ തവണയും കീ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് $x ഞാൻ അതിൽ നേരത്തെ കിടന്നതാണ്, ഞാൻ എന്താക്കി മാറ്റിയത്, വേരിയബിളിൻ്റെ പേര് $key എന്നാക്കി. ഓക്കെ, അത് കഴിഞ്ഞ് ഡോട്ട് എന്താണെന്നറിയാലോ, സ്ട്രിങ്ങുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ്. ജാവാസ്ക്രിപ്റ്റിൽ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഡോട്ടാണ്. അപ്പോൾ നമുക്ക് $key എന്നുള്ള സ്ട്രിങ്ങിൻ്റെ കൂടെ എന്ത് ചേർക്കണം, കീ ഈക്വൽ ടു എന്നുള്ള സ്ട്രിങ്ങിൻ്റെ കൂടെ $key ഈ വേരിയബിളിൻ്റെ വാല്യൂ, ഈ വേരിയബിളിൽ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, പീറ്റർ എന്നുള്ളതാണ്. പീറ്റർ വാല്യൂ ഈക്വൽ ടു, ആ വാല്യൂ എന്താണ്, എക്സ് വാല്യൂ അല്ല, ഞാനത് മാറ്റി വാല്യൂ. ഓക്കെ, അപ്പോൾ കീ വാല്യൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പേരുകൾ മാറ്റിയത്. കീ വാല്യൂ പെയർ ആയിട്ടാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ $ഏജ് ആസ് കീ വാല്യൂ പെയർ എന്നുള്ളത് അങ്ങോട്ട് മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഫോർ ഈച്ച് അറേ, ഫോർ ഈച്ച് എലമെന്റ് ഓഫ് അറേ $ഏജ് ആസ് കീ വാല്യൂ പെയർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും കീയുടെ അകത്ത് ഫസ്റ്റത്തെ കീയും ഇതിൽ ഫസ്റ്റത്തെ കീയുടെ വാല്യൂവും, അടുത്ത തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത കീ അതിൻ്റെ വാല്യൂ, അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കീ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൂപ്പ് വേറെ ഒരു കൺട്രോളും നമ്മൾ നേരത്തെ നമ്മൾ i = 0, i<n ഒരു നമ്പർ ലിമിറ്റ് വെച്ചു, ഇത്ര തവണ അല്ലേ, i++ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയി. അപ്പോൾ ലൂപ്പിൽ നമുക്കറിയാം ഈ അറേയുടെ ലെങ്ത് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൗണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വരെ പോയി, ലെസ് ആ കൗണ്ട് വരെ, ഇപ്പോൾ 10 ആണെങ്കിൽ 0 to 9 വരെ പോയി. ആ 9 കഴിഞ്ഞ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ നോക്കിയിട്ടാണ് അവസാനിപ്പിക്കുക. ഇവിടെ അങ്ങനെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൂപ്പ് ആ രീതിയിൽ വർക്ക് ചെയ്തോളും. ഈ ഏജിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും. ഇപ്പം എനിക്കിവിടെ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചേർക്കാം. ഞാൻ വേറെ ഫോർ ലൂപ്പിൽ ഒരു മാറ്റവും വരുത്താതെ ഞാൻ ഒരു കീ കൂടെ ചേർക്കുകയാണ്. ബാബു കീ കൊടുത്തു 32 വാല്യൂ കൊടുത്തു. ഇപ്പോൾ ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, പീറ്റർ, ബെൻ, ജോ ആൻഡ് ബാബു. ഇവിടെ 3 ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. ഈ ലൂപ്പിൽ ഞാൻ ലിമിറ്റോ കൺട്രോളോ ഒന്നും മാറ്റിയില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ബാബു കൂടെ അവിടെ വന്നു. അപ്പോൾ
ഈ ലൂപ്പ് അങ്ങനെ ഫോർ ഈച്ച് എന്നുള്ള ലൂപ്പ് എന്ന് പറയുന്നത് അരേസിന് വേണ്ടി അരേ കൂടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, ലൂപ്പിംഗ് സ്ട്രക്ചറാണ് PHP-യിലുള്ളത്. അതിൽ ഫോർ ഈച്ച് ഫസ്റ്റ് പറയുക എന്താണ്, ഒരു അറേയുടെ നെയിം ആയിരിക്കും. ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ദിസ് അറേ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ വായിക്കുക. ഫോർ ഈച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് $8 എന്ന് പറഞ്ഞാൽ മനസ്സിൽ വായിക്കുക. ഫോർ ഈച്ച് എലമെന്റ് ഓഫ് അറേ $8 ആസ് എങ്ങനെ $key ഈക്വൽ ടു $value, $key ആരോ $value. ഓരോ തവണയും $keyയിലേക്ക് കീ വരും, കറസ്പോണ്ടിങ് വാല്യൂയിലേക്കും വരും. അടുത്ത തവണ അടുത്ത കീ വരും, അതിൻ്റെ വാല്യൂ വരും. അറേയുടെ എലമെൻസിൻ്റെ ഓർഡർ അനുസരിച്ച് അത് ഓട്ടോമാറ്റിക് വരും. അവസാനത്തെ എലമെൻറ്റ് വരെ ഓട്ടോമാറ്റിക്കായി ലൂപ്പ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ലൂപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, വേറൊരു കൺട്രോളും നമ്മൾ പറയണ്ട. അപ്പോൾ ഇവിടെ ഇത് ഓരോന്ന് ആക്സസ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ തവണയും ആ സമയത്തെ ലൂപ്പിലെ ഏത് എലമെൻ്റ് അവിടെ പ്രോസസ് ചെയ്യുക അതായിരിക്കും. ഫസ്റ്റത്തെ തവണ ഫസ്റ്റത്തെ എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൂപ്പ് തീർന്നോളും. വേറെ നമ്മൾ ലിമിറ്റോ കൺട്രോളോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ ഈച്ച് എന്നുള്ളതൊക്കെ എന്തായാലും എവിടെയെങ്കിലും പരീക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതുമായിട്ട് ലൂപ്പുകൾ ചോദിക്കുമ്പോൾ എഴുതേണ്ടി വരും. ഫോർ ഈച്ച് ലൂപ്പിൻ്റെ പ്രത്യേകത ചിലപ്പോൾ തനിയെ ചോദിച്ചേക്കാം. അപ്പം അത് അസോസിയേറ്റീവ് അറേയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഈച്ച് എന്നുള്ള ലൂപ്പിംഗ് സ്ട്രക്ചർ അസോസിയേറ്റീവ് അറേയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ആണ് പറഞ്ഞത്. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. ഇതിൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ കൊള്ളാം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നറിയാനാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും സൈലൻ്റ് ആയിരിക്കും, എല്ലാം മനസ്സിലായാലും സൈലൻ്റ് ആയിരിക്കും. ഇതിൽ ഏതാ ഞാൻ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇപ്പോൾ അറിയാത്തത്. ക്ലിയർ ആയോ? ഫോർ ഈച്ച് ലൂപ്പ് വർക്കിംഗ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഇത് അസോസിയേറ്റീവ് അറേ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ നെയിംസ് ഇൻഡെക്സ് ആയിട്ട് അല്ലെങ്കിൽ കീ ഇൻഡെക്സ് ആയിട്ട് വരുന്ന അറേസ്. നോർമലി ഉള്ള അറേസ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഇൻഡെക്സ് ആയിരിക്കും. അതും പോസിറ്റീവ് ഇൻഡിജേഴ്സ്, 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് മിക്കവാറും എല്ലാ അറേസിലും ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഉപയോഗിക്കുക. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ള അറേസും ഉണ്ട്. അതുകൂടാതെ അസോസിയേറ്റീവ് അറേ ഉണ്ട്. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഡെക്സ് ആയിട്ട് നമുക്ക് നെയിം അല്ലെങ്കിൽ കീസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് ജനറലായിട്ട് പറയാം. അതിന് ഒരു വാല്യൂവും അസോസിയേറ്റ് ചെയ്യാം. കീ വാല്യൂ പെയറായിട്ടാണ് അത് ഡിക്ലെയർ ചെയ്യുക. അതിൽ കൂടെ ലൂപ്പ് ചെയ്ത് പോകാനുള്ള ലൂപ്പാണ് ഫോർ ഈച്ച്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ കീ വാല്യൂ പെയർ തുടങ്ങി ആ അറേയിലുള്ള അവസാനത്തെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു മാറ്റവും ലൂപ്പിൽ വരുത്തണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൂപ്പിൻ്റെ അവസാനം വരെ അത് പോയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ച് ബ്രേക്ക്, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യണം. ഒരു ആളുടെ പേര് വന്നപ്പോൾ ഗണേഷ് എന്നുള്ള പേര് വന്നാൽ ഉടനെ ബ്രേക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഇഫ് $key ഈക്വൽ ടു ഗണേഷ് ദെൻ ബ്രേക്ക് എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പുറത്ത് ചാടണം. അല്ലെങ്കിൽ ഫോർ ഈച്ച് ലൂപ്പ് അരയുടെ അവസാനം വരെ നമ്മൾ പോകും, ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകും. ഓക്കെ, ഇനി അടുത്ത വരുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേസ് ആണ്. മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ഒന്നിലധികം ഡയമെൻഷൻ, അതായത് ഒന്നിലധികം ഇൻഡെക്സ്, റോയും കോളവും. നമുക്ക് ടേബിളൊക്കെ എന്താണ് 2 ഡയമെൻഷണൽ അറേ ആണ്. 2 ഡയമെൻഷണൽ അറേ വരെ മാത്രമേ നമ്മൾ സാധാരണ പ്രോഗ്രാംസിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. 2-ഓ 3-ഓ 4-ഓ ഒക്കെ പറ്റും. പക്ഷേ 3 ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ വോൾവോ 2218, BMW 1513 ഇങ്ങനെ പറഞ്ഞിട്ട് ടേബിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അറേ പോലെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് താഴെ കാണിക്കുന്നത്. $cars 2 ഡയമെൻഷണൽ അറേയിൽ ഓരോ എലമെൻറ്റും വേറൊരു അറേ ആണെന്ന് മനസ്സിലാക്കുക. ഓരോ എലമെൻറ്റും നമ്മൾ നേരത്തെ കണ്ടതിൽ അറേ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഓരോ എലമെൻറ്റും കോമയായിട്ട് എഴുതുന്നതല്ലേ. ഇവിടെ ഈ കോമയ്ക്ക് മുമ്പുള്ള ഈ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മറ്റൊരു അറേ ആണ്. അതിൻ്റെ അകത്ത് എന്താ വരുന്നത്? വോൾവോ 2218, വോൾവോ 2218, ഈ 3 വാല്യൂസാണ് വരിക. അടുത്ത അറേ എന്ന് പറഞ്ഞാൽ ഈ ടേബിളെ സംബന്ധിച്ച് അടുത്ത റോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ സൈഡിലൊക്കെ ഇൻഡെക്സ് എഴുതി വെച്ചാൽ വോൾവോ എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും? ഈ റോ നമ്പർ 0, BMW റോ നമ്പർ 1, സാബിൻ്റെ റോ നമ്പർ
2, ലാൻഡ് റോവറിൻ്റെ റോ നമ്പർ 3. അതുപോലെ കോളത്തിന് നമ്മൾ ഇൻഡെക്സ് ഇട്ട് വെക്കുകയാണ്. രണ്ടാമത്തെ ഇൻഡെക്സ് എന്താണ്? കോളത്തിനാണ്. കോളത്തിന് നെയിം എന്നുള്ള കോളത്തിന് 0, സ്റ്റോക്ക് എന്നുള്ള കോളത്തിന് 1, സോൾഡ് എന്നുള്ളതിന് 2. അപ്പോൾ നമുക്ക് ലാൻഡ് റോവർ എത്ര എണ്ണം വിറ്റു എന്നുള്ളത് അറിയാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ അറേ നെയിം ഇപ്പോൾ കാർസ് എന്നാണെങ്കിൽ കാർസ് ഓഫ് ഈ റോ നമ്പർ ആദ്യം പറയും 2, പിന്നെ കോളൻ നമ്പർ 2 അല്ലേ? അല്ല, ഇത് 3 ആണ് അല്ലേ? 3-2, കാർസ് ഓഫ് 3-2 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 എന്നുള്ള വാല്യൂ കിട്ടും. റോ നമ്പർ ആദ്യം, പിന്നെ കോളൻ നമ്പർ. 2 ഇൻഡെക്സ് പറയും. ഈ അറേ ആക്സസ് ചെയ്യുമ്പോൾ 2 ഇൻഡെക്സ് പറയും. അത് PHP-യിൽ ഇങ്ങനെയുള്ള അറേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മെത്തേഡ് ഇതാണ് ഈ പറയുന്നത്. അറേ എന്നുള്ളൊരു സാധാരണ പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ വാല്യൂസ് വെറുതെ കോമയായിട്ട് എഴുതി അല്ലേ? കുറേ സ്ട്രിങ് ആണെങ്കിലും കാറിൻ്റെ പേരുകൾ ഇങ്ങനെ വെറുതെ കോമയായിട്ട് എഴുതി. ഇതിവിടെയും അത് തന്നെയാണ്, കോമയായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓരോ കോമയുടെ അകത്തുള്ളത് എന്താണ്? അത് ഒറ്റ എലമെൻ്റ് അല്ല, ആൻ അറേ ഓഫ് എലമെൻറ്റ്. അതായത് ഒരു റോ, ആ ഒരു 2 ഡയമെൻഷണൽ അറേയുടെ ഒരു റോയാണ്. ആ റോയിലെ ആദ്യത്തെ കോളത്തിൽ വോൾവോ, രണ്ടാമത്തെ കോളത്തിൽ 22, മൂന്നാമത്തെ കോളത്തിൽ 18. അടുത്ത കോമ ഇട്ടിട്ട് അടുത്ത റോ വരുന്നു. അതിൻ്റെ അകത്ത് ആദ്യത്തെ കോളം BMW 15, 13. അപ്പം ഇങ്ങനെ 4 റോസും നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. 2 ഡയമെൻഷണൽ അറേ, ഇത് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഡയമെൻഷണലിൻ്റെ എക്സാമ്പിളാണ് പറയുക. 2 ഡയമെൻഷൻ തുടങ്ങി മുകളിലോട്ട് 3ഉം 4ഉം ഒക്കെ മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരിക. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ അറേ ആണ്, അതായത് 2 ഇൻഡെക്സ് മാത്രം പറയുന്ന അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് ആൻ അറേ കണ്ടെയ്നിങ് 1 or more arrays എന്നാണ് ഇവരൊരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2, 3, 4, 5 എത്ര ലെവൽസ് വേണമെങ്കിലും ആവാം. മോർ ദാൻ 3 ലെവൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഫോർ എ 2 ഡയമെൻഷണൽ അറേ യു നീഡ് 2 ഇൻഡീസസ് ടു സെലക്ട് ആൻ എലമെൻറ്റ്. 2 ഡയമെൻഷണൽ അറേയിലുള്ള ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറേ നെയിം മാത്രം പോരാ, അതിൻ്റെ കൂടെ സിംഗിൾ ഡയമെൻഷണൽ അറേയിലാണെങ്കിൽ നമുക്കൊരു എലമെൻറ്റ്, അതിൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അറേ നെയിമും കൂടാതെ ഒരു ഇൻഡെക്സ് പറയണം. രണ്ടാമത്തെ എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ A3 എന്ന് പറയണം അല്ലേ? 0, 1, 2 അല്ല 1 എന്ന് പറയണം. രണ്ടാമത്തെ എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ A1 എന്ന് പറയണം അല്ലേ? അപ്പോൾ ഒരു ഇൻഡെക്സ് വാല്യൂ പറഞ്ഞാൽ സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ നമുക്ക് എലമെൻറ്റ് ആക്സസ് ചെയ്യാം. പക്ഷേ 2 ഡയമെൻഷണൽ അറേയിലാണെങ്കിൽ വി നീഡ് 2 ഇൻഡീസസ് ടു സെലക്ട് ആൻ എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു കാസ് എന്ന് പറഞ്ഞ ഈ ഒരു അറേ ആണെന്ന് വിചാരിക്കുക. ഈ അറേയുടെ അകത്ത് ഏത് എലമെൻറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ BMW എന്നുള്ള ഈ പേര് തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാർസ് ഓഫ്, അതിൻ്റെ റോ നമ്പർ എത്രയാണ്? 1, കോളൻ നമ്പർ 0, കാർസ് ഓഫ് 10 എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഈ BMW എന്നുള്ള എലമെൻറ്റ് കിട്ടുക. ഇവിടെ അതുപോലെ തന്നെ ഈ കാർസ് ഓഫ് 1, കോളൻ നമ്പർ 0 എന്ന് പറഞ്ഞാലാണ് BMW എന്നുള്ള എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2 ഇൻഡീസസ് പറയണം. ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ഇൻഡീസസ്. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ 3 ഡയമെൻഷണൽ അറേ ആണെങ്കിലോ 3 ഇൻഡീസസ് വേണം. അപ്പോൾ അതിന് വെച്ചിട്ടാണ് നമ്മൾ അറേയുടെ ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്യുക. ഇനി സെയിം ഇത് തന്നെ എങ്ങനെ എഴുതാം? ഇപ്പം ഇത് തന്നെ ഈ പറഞ്ഞ ടേബിളായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എക്കോ കാർസ് ഓഫ് 00 എന്ന് പറഞ്ഞാൽ 00 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെ കാർസ് എന്ന് പറഞ്ഞ അറേയിലെ 0th റോ, അതായത് ഈ റോയിലെ 0th എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വോൾവോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അത് ഇനി ഇൻ സ്റ്റോക്ക് വോൾവോ എത്ര എണ്ണം സ്റ്റോക്കിലുണ്ട്? കാർസ് ഓഫ് 01. കാർസ് ഓഫ് 01 എന്ന് പറഞ്ഞാൽ 0th റോയിലെ 1 ഫസ്റ്റ് എലമെൻറ്റ്, അതായത് രണ്ടാമത്തെ എലമെൻറ്റ്. അപ്പോൾ 22. ഇനി സോൾഡ് എത്ര എണ്ണം വിറ്റു എന്ന് കാണിക്കാൻ $കാർസ് ഓഫ് 02, 0th റോയിൽ തന്നെ രണ്ടാമത്തെ കോളം. ഈ റോയിൽ തന്നെ രണ്ടാമത്തെ കോളം ഏതാണ്? ഇത് 18 എന്നുള്ളത്. അപ്പം അതുപോലെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മളത് ഈ രീതിയിൽ ഉപയോഗിക്കാമെന്നർത്ഥം. അതുപോലെ ഓരോ 4 റോസ് കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 10, 11, 12, 20, 21, 22, 30, 31, 32. ഇതുപോലെ 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് ഓരോ അറേ നേരത്തെ നമ്മൾ കണ്ടതിലെല്ലാം ഈ കാസ് എന്നുള്ളതിൽ ഒറ്റ ഇൻഡെക്സ് മാത്രമേ കണ്ടുള്ളൂ. അത് സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്. ഇവിടെ 2 ഇൻഡെക്സ് ഏത് എലമെൻറ്റ് ആക്സസ് ചെയ്യാനും 2 ഇൻഡെക്സ് പറയും. ആദ്യത്തത് റോ നമ്പറും രണ്ടാമത്തത് കോളം നമ്പറും ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. റോ നമ്പർ ആയാലും കോളം നമ്പർ ആയാലും സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാണ്? 0ലാണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. അത് ഏത് അറേ സിംഗിൾ ഡയമെൻഷണൽ അറേയിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന 0 തന്നെ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ
റോ നമ്പറും കോളം നമ്പറും സീറോയിൽ തരാം. 0 0 ആണ് ഫസ്റ്റ് എലമെന്റ്. ഇതിപ്പോൾ ശരിക്കും എത്ര എന്തുണ്ട്? 4 റോസും 3 കോളംസും. 4ാമത്തെ റോയിൽ 3ാമത്തെ കോളത്തിലുള്ളത് കിട്ടാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? 4 3 അല്ല, പകരം 3 2 ആണ്. 1 കുറവായിരിക്കും 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ അറേ. ഇത് നമുക്ക് ലൂപ്പ് വെച്ചിട്ട് ഫോർ ലൂപ്പ് വെച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ CPP-യിലൊക്കെ ഉപയോഗിക്കുന്നത്. മെട്രിക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, അതുപോലെയാണ്. പക്ഷെ ഇവിടെ ഒരു ലിസ്റ്റായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഈ കോഡിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. റോ നമ്പർ 0 ജസ്റ്റ് ഒരു ബോൾഡ് പാരഗ്രാഫ് കാണിച്ചു എന്നേ ഉള്ളൂ. അതിന് താഴെ കാണിച്ചിരിക്കുന്നത് എന്താണ്? എന്ത് ലിസ്റ്റാണിത്? നമ്മൾ ലിസ്റ്റുകൾ 2 ടൈപ്പ് ലിസ്റ്റുകളൊക്കെ പഠിച്ചു അല്ലേ? ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും. ഇതെന്താണ്? ഇതെന്ത് ലിസ്റ്റാ? അൺഓർഡേർഡ് ലിസ്റ്റ്. നമ്പർ ഒന്നുമില്ല, വെറുതെ ബുള്ളറ്റ് വെച്ച് കാണിച്ചിരിക്കുക. അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ടാഗുകൾ വേണം. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെന്ന് അറിയിക്കാൻ UL എന്നുള്ള ടാഗ് വെച്ചിട്ട് അത് UL/UL എൻക്ലോസ് ചെയ്യണം. ലിസ്റ്റിലെ ഓരോ ഐറ്റവും ഡിസ്പ്ലേ ചെയ്യാൻ LI എന്നുള്ള ആ ഒരു ടാഗ് വെച്ചിട്ട് അതിനെ എൻക്ലോസ്. ഇപ്പോൾ വോൾവോ എന്നുള്ളത് ഫസ്റ്റ് ലിസ്റ്റ് ആയിട്ടാണെങ്കിൽ ഈ വോൾവോ എന്നുള്ളതിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ഫ്രണ്ടിൽ LI എന്നുള്ള ടാഗ് വേണം, അവസാനം /LI എന്നുള്ള ടാഗും വേണം. അതുപോലെ തന്നെ അടുത്തത്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ വെബ് പേജിൽ ഇതുപോലെ കാണിക്കണമെങ്കിൽ ഈ ലൂപ്പ് വഴി നമ്മൾ എക്കോ വഴി അത് കൊടുക്കണം. ഇവിടെ നോക്കുക, ഇവിടെ അറേ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്തു. $കാസ് അറേയോ ഫസ്റ്റ് നേരത്തെ കണ്ട അതേ അറേ തന്നെയാണ്. വോൾവോ സാബ് 4 റോസുള്ള 3 കോളമുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, 2 ഡയമെൻഷണൽ അറേ. ഇനി അത് ഇതുപോലെ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. റോ നമ്പർ 0 എന്നുള്ളത് ബോൾഡായിട്ട് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഔട്ടർ ലൂപ്പിൽ റോ ആണ് നമ്മൾ യൂസ് ചെയ്യുക. റോ 0 തുടങ്ങി എത്ര റോസ് ഉണ്ട്? 0 1 2 3 വരെ അല്ലേ? 3 വരെ പോകണം. പക്ഷേ <4 എന്ന് കൊടുക്കണം. 4 റോസ് ഉള്ളത് കൊണ്ട് ഇൻഡെക്സ് 3 വരെ പോകണം. റോ എന്നുള്ള ഇൻഡെക്സ് 3 വരെ പോകണം. അപ്പോൾ <4 എന്ന് കൊടുത്തു. റോ ++. നോർമൽ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ലൂപ്പാണ് ഇവിടെ പറയുന്നത്. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ലൂപ്പും ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? റോ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം. അതുകൊണ്ട് ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? P പിന്നെ എന്തുണ്ട്? B. അതുകൊണ്ടാണ് ഇത് ബോൾഡ്. സാധാരണ പാരഗ്രാഫ് ആയിരുന്നെങ്കിൽ ബോൾഡായിട്ട് ഇങ്ങനെ വരില്ല. പാരഗ്രാഫിനകത്ത് ബോൾഡ് ആക്കാനുള്ള B എന്ന് പറഞ്ഞ ടാഗ് കൂടി വെച്ചിട്ടാണ് എന്ത് എക്കോ ചെയ്തിരിക്കുന്നത്? റോ നമ്പർ $റോ. $റോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റത്തത് $റോ 0 അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും ആദ്യത്തെ തവണ. അതുകൊണ്ടാണ് ഇവിടെ റോ നമ്പർ 0 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്തു വന്നത്. അത് ബോൾഡായിട്ട് കാണിച്ചു. ഓക്കെ, അതവിടെ അവസാനിച്ചു. ഇനി താഴേക്ക് കാണിക്കേണ്ടത് ഒരു ലിസ്റ്റാണ്. ഒരു ലിസ്റ്റ് HTML ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളത് പേപ്പറിൽ എഴുതി വെച്ചാൽ ഈ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഏറ്റവും തുടക്കം എന്ത് വേണം? UL വേണം അല്ലേ? ലൂപ്പിൻ്റെ അകത്താണ് നമുക്ക് ഓരോ ലിസ്റ്റ് ഐറ്റവും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക. പക്ഷേ ലൂപ്പിൻ്റെ ഏറ്റവും ഒരു പ്രാവശ്യം മാത്രം ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, എന്ത്? UL. ലൂപ്പ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, എന്ത്? /UL. ഇനി അതിനകത്തുള്ള ഓരോ ഐറ്റവും ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ ഓരോ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റത്തെ റോയിലുള്ള വോൾവോ 2218 നമുക്ക് ഓരോന്നും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് മാറി റോ നമ്പർ ഫിക്സഡ് ആണ്. റോ നമ്പർ 0 നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ആ ലൂപ്പ് ഇപ്പോൾ മാറിയിട്ടില്ല. ആ ലൂപ്പ് മാറുന്നത് എപ്പോഴും ആ ലൂപ്പിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുമ്പോഴാണ്. അപ്പോൾ റോ നമ്പർ ഇപ്പോൾ 0 ആണ്. റോ നമ്പർ 0 ആക്കി നിർത്തിക്കൊണ്ട് നമുക്ക് കോളം നമ്പർ 0 1 2 അത്ര വരെ പോകണം. അപ്പോൾ 2 വരെ പോകണമെങ്കിൽ <3. അപ്പോൾ കോളം =0 സ്റ്റാർട്ട് ചെയ്തു, കോളം <3, കോളം ++. ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ മെട്രിക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന അതേപോലത്തെ ലൂപ്പ് തന്നെയാണ്. ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ ലൂപ്പിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടെ എന്താ എക്കോ ചെയ്യുന്നതെന്ന് നോക്കി. എക്കോ ചെയ്യുന്നത് ഈ വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ? കാസ് എന്ന് പറഞ്ഞ അറേയിൽ $റോ $കോളം അല്ലേ? നമ്മൾ അങ്ങനെയാണ് പറയുക. AIJ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അറേയുടെ പേര് $കാസ് എന്നാണ്. അതിൻ്റെ I എന്ന് അല്ലെങ്കിൽ റോ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ $റോ എന്നുള്ള പേരിലാണ്. ഇവിടെ I ആണ് ഉപയോഗിച്ചെങ്കിൽ $I എന്ന് പറയണം. $റോ $കോളം. അപ്പോൾ എലമെന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യത്തെ
ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലിസ്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ PHP കോഡ് എഴുതുക എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ അത് ഡാറ്റാബേസിൽ നിന്ന് മാർക്കുകൾ എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഒരു ടേബിൾ ഫോമിലാണ്. അപ്പോൾ ടേബിൾ ഫോമിൽ കാണിക്കണമെങ്കിൽ ഇതുപോലെ പല ലൂപ്പുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ പല ടാഗുകളും എക്കോ വഴി ഡിസ്പ്ലേ ചെയ്തിട്ടാണ്. ആ എക്കോ ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ ബ്രൗസറിലേക്ക് വരിക. ബ്രൗസറിൻ്റെ അകത്ത് എന്ത് കിട്ടുന്നോ അതൊരു HTML ടാഗ് ആണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക. അതാണ് സംഭവിക്കുക. ഇവിടെ നമ്മൾ കണ്ടു, റോയുടെ തുടക്കത്തിൽ UL എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തു. അതിന് മുമ്പ് റോ നമ്പർ എന്ന് പറഞ്ഞിട്ട് $റോ, അതായത് $0 ആയിരുന്ന സമയത്ത് റോ നമ്പർ 0 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തു. വെറുതെ പാരഗ്രാഫ് അല്ല, ബോൾഡ് ആക്കാൻ വേണ്ടി അതുകൂടെ ചേർത്താണ് എക്കോ ചെയ്തത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി UL എന്നുള്ളത് ആദ്യം തന്നെ എക്കോ ചെയ്തു. UL. ഇനി ഈ ULലും ഈ അവസാനം നോക്കിയാൽ /ULലും എക്കോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിൽ വരേണ്ടത്, നിങ്ങൾ ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, UL/ULൻ്റെ ഇടയിൽ വരുന്നത് ഓരോ ലിസ്റ്റ് ഐറ്റവും LI എന്നുള്ള ടാഗ് ഉപയോഗിച്ച് എഴുതിയാൽ അത് വരും. LI/LI. അതിൻ്റെ ഇടയിൽ വോൾവോ എന്നുള്ള വാല്യൂ വന്നാൽ അത് വോൾവോ ലിസ്റ്റ് ഐറ്റമായിട്ട് കാണിക്കും. 22 എന്ന് വന്നാൽ 22 കാണിക്കും. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ 3 വാല്യൂസ് അതുപോലെ ലിസ്റ്റ് ഐറ്റമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ആ 3 ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ 3 വാല്യൂസ് എവിടെയായിരിക്കുന്നത്? ഈ ഒരു അറേയിലാണ്. കാസ് എന്നുള്ള പേരിൽ അറേയുടെ ഫസ്റ്റത്തെ റോ, റോ നമ്പർ 0 ആയിരിക്കുമ്പോൾ ഫസ്റ്റത്തെ റോ, അതിൻ്റെ അകത്തുള്ള ഓരോ കോളം നമ്പർ 0 തുടങ്ങി കോളം നമ്പർ 2 വരെ. ഇപ്പോൾ <3 കൊടുത്തു, $++ ഡിസ്പ്ലേ ചെയ്യേണ്ട എന്താണ്? അറേ നെയിം $cars of റോ കോളം. ആദ്യം റോ നമ്പർ പിന്നെ കോളം നമ്പർ. അതായത് റോ ഇപ്പോൾ 0 ആണ്, ഇപ്പോൾ 0 കോളം ആദ്യം 0 ആണ്, 00. കാസ് ഓഫ് 00 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്? വോൾവോ. അപ്പോൾ വോൾവോ എന്നുള്ള വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം? ലിസ്റ്റ് ഐറ്റമായിട്ട്. അപ്പോൾ എക്കോ എന്നുള്ളതിൻ്റെ വെറുതെ അത് നേരെ എടുത്ത് എക്കോ ചെയ്യാതെ അതിൻ്റെ ഫ്രണ്ടിൽ ആദ്യം LI എന്നുള്ള ടാഗ് ഡിസ്പ്ലേ ചെയ്തു. അതിനോട് ചേർത്ത് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഡോട്ടിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ആ വോൾവോ എന്നുള്ള പേര് ഡിസ്പ്ലേ ചെയ്തു. വീണ്ടും ഡോട്ടിട്ടിട്ട് LI എന്നുള്ള ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് അവിടെ ഡിസ്പ്ലേയിൽ വന്നു. ഇനി ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നില്ല. ഈ ലൂപ്പ് എത്ര വരെ പോകണം? 0, 1, 2 വരെ. ഓക്കെ. അപ്പോൾ കോളം എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്തു, 0 മാറി 1 ആയി. റോ നമ്പർ ഇപ്പോഴും എത്രയാണ്? 0 തന്നെയാണ്. അതിൽ മാറ്റം വന്നില്ല. അത് മാറ്റം പറഞ്ഞെങ്കിൽ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ റോ നമ്പർ 0, കോളം നമ്പർ ഇപ്പോൾ 1. അടുത്ത എക്കോ ചെയ്യുമ്പോൾ എന്താണ്? LI. വീണ്ടും ലിസ്റ്റ് ഐറ്റം, അടുത്ത ലിസ്റ്റ് ഐറ്റം $cars of റോ കോളം. റോ 0 ആണ്, 0 കോളം 1. 0, 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0th റോയിൽ 1. ഈ ഐറ്റം 22 എന്നുള്ളത് എന്തായിട്ട്? LI, ബിറ്റ്വീൻ LI ആൻഡ് /LI. അടുത്ത ലിസ്റ്റ് ഐറ്റമായിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ. അപ്പം അങ്ങനെ മൂന്നാമത്തതും എടുത്തു, കോളം നമ്പർ 2ൽ. അപ്പോൾ 02 എന്ന് പറയുമ്പോൾ 18 എന്നുള്ളതും ലിസ്റ്റ് ഐറ്റമായിട്ട് ഡിസ്പ്ലേ ചെയ്തു. അത് കഴിയുമ്പോൾ ഈ ലൂപ്പ് അവസാനിച്ചു അല്ലേ? കോളം നമ്പർ, അപ്പോൾ കോളം ഇൻക്രിമെൻറ്റ് ചെയ്ത് 3ലെത്തുമ്പോൾ ഇത് ലെസ് എന്നുള്ള കണ്ടീഷൻ തെറ്റും, ഉടനെ പുറത്ത് വരും. പുറത്ത് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? UL എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യണം. അപ്പോൾ UL ആദ്യം കാണിച്ചു, പിന്നെ LI എന്ന് പറഞ്ഞിട്ട് 3 ലിസ്റ്റ് ഐറ്റംസ് ഈ ലൂപ്പ് വഴി നമ്മൾ ബ്രൗസറിലേക്ക് കൊടുത്തു. എന്നിട്ട് അവസാനം /LI വെച്ച് അതിന് ക്ലോസ് ചെയ്തു. ഇത് കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് കഴിഞ്ഞു, ഇത്രയും ഭാഗം കഴിഞ്ഞു. ഓക്കെ. അത് കഴിയുമ്പോൾ വീണ്ടും ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഏതിൻ്റെയാണ്? ഇതിൻ്റെ. അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും റോ നമ്പർ 0 മാറി എന്തായി? റോ ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്താവും? 1 ആവും. ഇപ്പോഴും <4 തന്നെയാണ്. അടുത്തത് ഡിസ്പ്ലേ ചെയ്യും എക്കോ ബോൾഡായിട്ട്. എന്ത്? റോ നമ്പർ $റോ എന്നുള്ളപ്പോൾ എത്രയാണ്? 1. അപ്പോൾ റോ നമ്പർ 1 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ
UL അടുത്ത ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ ലൂപ്പിനകത്ത് ആ ലിസ്റ്റിലുള്ള മൂന്ന് ഐറ്റംസ് കാസ് ഓഫ് ഡോളർ വീണ്ടും ഇവിടെ സീറോയിൽ തുടങ്ങും അല്ലേ. അടുത്ത ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോയിൽ വീണ്ടും തുടങ്ങും. അപ്പോൾ റോ നമ്പർ ഇപ്പോൾ എത്രയാണ്? 0 മാറി 1ലെത്തി. 10. കോളം ഇപ്പോൾ 0 ആണ്. ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഈ അറയിൽ കാസ് എന്ന് പറഞ്ഞ അറയിൽ 1 എന്ന് പറയുമ്പോൾ ഈ റോയാണ്. അതിൽ 0th എലമെൻ്റ് എന്ന് പറഞ്ഞാൽ BMW. അതിന് ബിറ്റ്വീൻ LI ആൻഡ് /LI ഇവിടെ ഡിസ്പ്ലേ. അപ്പോൾ ഒരു ലിസ്റ്റ് ഐറ്റം വന്നു. അടുത്തത് വീണ്ടും കോളം നമ്പർ 1 ആയി, റോ നമ്പറും 1. അപ്പോൾ കാസ് ഓഫ് 11 എന്ന് പറഞ്ഞാൽ 15. അത് ബിറ്റ്വീൻ LI ആൻഡ് /LI. അപ്പോൾ അടുത്ത ലിസ്റ്റ് ആയിട്ടായിട്ട് 15 ഡിസ്പ്ലേ ചെയ്തു. അതുപോലെ മൂന്നാമത്തതും ഡിസ്പ്ലേ ചെയ്യും 13. റോ നമ്പർ ഇപ്പോഴും 1 തന്നെ. കോളം നമ്പർ എവിടെ എത്തി? 2 എത്തി. അപ്പോൾ 1 2 കാസ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ ഇത് 30 എന്നുള്ളതും ബിറ്റ്വീൻ LI ആൻഡ് /LI ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം വന്നു. അത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഇവിടെ അവസാനിക്കും. കാരണം കോളം കഴിഞ്ഞു. കോളം ഇനി 3ലേക്ക് എത്തി. 2 മാറി 3 എത്തുമ്പോൾ <3 അല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വന്നു. അപ്പോൾ ഈ ലിസ്റ്റ് അടുത്ത ലിസ്റ്റും ക്ലോസ് ചെയ്തു. ഈ ലിസ്റ്റ് ഇവിടെ വെച്ച് അപ്പോൾ അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി echo/UL. ഈ എക്കോ ചെയ്യുന്നതൊക്കെ ബ്രൗസറിലേക്കാണ് പോവുക അല്ല. ബ്രൗസറിൻ്റെ അകത്ത് ആകെ കിട്ടുന്നത് എന്താണ്? ഈ പറഞ്ഞ HTML ടാഗുകൾ മാത്രം. PB UL LI /LI ഇടയ്ക്കുള്ള ഐറ്റം /UL. അപ്പോൾ അത് ഇവിടെ ലിസ്റ്റായിട്ട് അടുത്തത് കാണിച്ചു. ഇതുപോലെ മൂന്നാമത്തെ ലിസ്റ്റും റോ നമ്പർ 2 റോ നമ്പർ 3 നാലാമത്തെ ലിസ്റ്റും ഡിസ്പ്ലേ ചെയ്യും. ഓരോ തവണയും റോ നമ്പർ ഇപ്പോൾ 1 ആയി എന്ന് പറഞ്ഞ പോലെ 2 ആവും. 2 ആകുമ്പോൾ 20 21 22 പറഞ്ഞിട്ട് 3 ഐറ്റം ഡിസ്പ്ലേ ചെയ്യും. വീണ്ടും പോവും 3 ആവും. 30 31 32 എന്ന് പറഞ്ഞിട്ട് 3 ഐറ്റം ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഈ അവസാനത്തെ ലിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ അറയിൽ നിന്ന് എടുത്തതാണ്. ഇനി അടുത്ത് MySQL പഠിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ റെക്കോർഡുകൾ കിട്ടുക MySQL ഡാറ്റാബേസിൽ നിന്നായിരിക്കും. DBMS നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ലിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ടേബിളായിട്ടോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഇതുപോലെ ലൂപ്പ് എഴുതി ചെയ്യാൻ നമ്മൾ പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇതിലാകെ വരുന്നൊരു കാര്യം അത്രയേ ഉള്ളൂ. ആ ഒരു കൂടുതൽ പോയാൽ ചെയ്യേണ്ടത് ഒരു ടേബിളിനകത്താക്കണം അല്ലെങ്കിൽ ഇതുപോലെ ലിസ്റ്റ് ആക്കണം. അത്രേ വരുന്നുള്ളൂ. അതല്ലാതെ വലിയ വെബ് പേജുകളൊന്നും ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ MySQL പഠിക്കാത്തതുകൊണ്ട് ഒരു 2 ഡയമെൻഷണൽ അറേ ടേബിളിന് വരെ ഒരു 2 ഡയമെൻഷണൽ അറേ അതിൽ നിന്നുള്ള ഡാറ്റ ഓരോന്നെടുത്തിട്ട് 3-4 ലിസ്റ്റായിട്ട് 4 റോയും 4 ലിസ്റ്റായിട്ട് കാണിക്കും. ഇത് തന്നെ സെയിം തന്നെ ടേബിളായിട്ട് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടേബിൾ എന്ന് പറഞ്ഞ ടാഗ് സ്റ്റാർട്ട് ചെയ്യുക. ലൂപ്പ് അവസാനിച്ച് കഴിയുമ്പോൾ /table. ലൂപ്പിൻ്റെ അകത്ത് ഓരോ റോ വരുമ്പോഴും എന്താണ്? TR. അതിൻ്റെ അകത്ത് ഓരോ ഐറ്റം ഇതുപോലെ എടുക്കുമ്പോഴും LIക്ക് വരാൻ എന്താണ്? TD/TD. ഓക്കെ. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ടേബിൾ ഫോമിലാക്കാം. അതൊന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ സെയിം അറേയുടെ എലമെൻറ്റ്സ് ഇതിവിടെ ലിസ്റ്റായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തതെങ്കിൽ ഇത് ടേബിളായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളിതിനെ ചേഞ്ച് ചെയ്യുക. ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തോട്ടെ എല്ലാവരും. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അറേസിലുള്ള ഡിഫറൻസ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലും അറേസ് പഠിച്ചു, PHPയിലും അറേസ് പഠിച്ചു. അപ്പോൾ രണ്ടിലും തമ്മിലുള്ള കൺസെപ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. ക്രിയേറ്റ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും അതിനെ അസോസിയേറ്റീവ് അറേയുടെ കേസിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിലുപയോഗിക്കുന്ന ഫങ്ഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വയം ഒന്ന് കമ്പയർ ചെയ്തിട്ട് ആ കമ്പാരിസൺ ഒരു ക്വസ്റ്റ്യനായിട്ട് അത് എഴുതി വെക്കുക. ഓക്കെ. ഇതൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്ത് തരണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടേബിൾ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ. പറ്റും, നിങ്ങൾക്ക് എന്തായാലും പറ്റും. അതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടേബിൾ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ടേബിൾ എന്നുള്ള ടാഗ് ലൂപ്പ് അവസാനിക്കുമ്പോൾ /table. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ 2 ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് 2 ഡയമെൻഷണൽ അറേ ആകുമ്പോൾ. ഓക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓരോ എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് ഇവിടെയാണല്ലോ. ഈ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിനകത്തുള്ള ടേബിൾ ഡാറ്റയാണ്. TD അല്ലേ. അപ്പോൾ LIക്ക് പകരം TDകൾ യൂസ് ചെയ്യുക. ഇവിടെ ഓരോ റോയിലും UL ആണ് യൂസ് ചെയ്തെങ്കിൽ അതിന് പകരം എന്ത് യൂസ് ചെയ്യണം? TR. ഓരോ റോയാണല്ലോ ടേബിളിൻ്റെ അകത്ത് റോ TR, ഇവിടെ /TR. അത്രയൊരു ഡിഫറൻസ് വരുള്ളൂ. ട്രൈ ചെയ്യുക. ഒരു ഹെഡിങ് കൂടി കൊടുക്കാൻ നോക്കുക. കാർ നെയിം, ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ സോൾഡ് എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് കൂടെ കൊടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലൊരു പ്രോഗ്രാം അത് എഴുതുക. അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞ കമ്പയർ അറേസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് PHP ക്വസ്റ്റ്യനും എഴുതി വെക്കുക. ഈ 2 ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ. അതൊരു പേപ്പറിലേക്ക് എഴുതി
ഒരു 1-2 പേപ്പറിൽ എഴുതി എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം വരിക അത് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് വെച്ചിരിക്കുക, PDF ആക്കി വെക്കുക. ഞാൻ പറയുമ്പോൾ എനിക്ക് അയച്ചു തരണം. അപ്പോൾ അരേസിലുള്ള ഡിഫറൻസ് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് വിചാരിക്കേണ്ട. കമ്പയർ അരേസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് PHP എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല, കാരണം രണ്ട് മൊഡ്യൂളാണ്. അപ്പോൾ ഒരിക്കലും 2 മൊഡ്യൂളിൽ നിന്ന് മിക്സഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ ഞാനിത് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ അരേസ് ഇൻ ജാവാസ്ക്രിപ്റ്റും കൃത്യമായിട്ട് പഠിക്കണം, അരേസ് ഇൻ PHPയും കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളൊരു കമ്പാരിസൺ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അരേസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കുക, അതിൻ്റെ അകത്ത് വരുന്ന ഫംഗ്ഷൻസും അതിലുപയോഗിക്കുന്ന കാര്യങ്ങളും പഠിക്കുക, അതിലെ കൺസെപ്റ്റുകൾ പഠിക്കുക, അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ആക്സസ് ചെയ്യുന്ന രീതിയൊക്കെ പഠിക്കുക. അതുപോലെ PHPയിലും അരയുടെ കൺസെപ്റ്റ് എന്താണ്, എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റുകളുടെ ഡിഫറൻസ് ഉണ്ടോ, അതിൽ വരുന്ന ഫങ്ഷൻസിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ആക്സസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇതൊക്കെ പഠിക്കുക. എന്നിട്ട് അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതി വെക്കുക, ഒരു കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത്, ഈ അറേയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സോർട്ടിങ് ഫങ്ഷൻസ്. ഇപ്പോൾ അരേസൊക്കെ സോർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ സിയിലും CPPയിലൊക്കെ നമുക്ക് അത് തന്നെ ഒരു പ്രോഗ്രാമാണ് അല്ലേ. അറേ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾ അതിനൊന്നും പ്രോഗ്രാം എഴുതി കഷ്ടപ്പെടേണ്ട. PHP നേരെ നമുക്ക് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിൽ വെറുതെ സോർട്ട് എന്ന് പറഞ്ഞാൽ സോർട്ട് അറേ ഇൻ അസെൻഡിങ് ഓർഡർ. ഓരോന്നായിട്ട് നോക്കാം. സോർട്ട് അറേ ഇൻ അസെൻഡിങ് ഓർഡർ. സോർട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സോർട്ട്, അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ഇവിടെ കാസ് എന്ന് പറഞ്ഞ അറേ വോൾവോ, BMW, ടൊയോട്ട. ക്രിയേറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ എലമെന്റ് വോൾവോ, രണ്ടാമത്തത് BMW, മൂന്നാമത്തത് ടൊയോട്ട ആയിരുന്നു. ചുമ്മാ ഒന്ന് സോർട്ട് ചെയ്തു. സോർട്ട് ഓഫ് $കാസിനെ സോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ഈ കാസ് എന്നുള്ള അറേ തന്നെ എങ്ങനെയാണ് മാറി? ആദ്യം BMW വരും, പിന്നെ ടൊയോട്ട വരും, അത് കഴിഞ്ഞിട്ട് വോൾവോ, മൂന്നാമത്തെ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ സോർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് അത് അങ്ങനെ മാറി. പിന്നെ ഈ അറേ വെറുതെ ഡിസ്പ്ലേ ചെയ്യുന്ന ലൂപ്പാണിത്. അതിനുവേണ്ടി അറേയുടെ ലെങ്ത് വേണം, അത് കൗണ്ട് ഓഫ് അറേസ് എന്ന് പറഞ്ഞെടുത്തു. 0th ഐറ്റം തുടങ്ങി ലെസ് ലെങ്ത് വരെ പോയി ഓരോന്നും എക്കോ ചെയ്ത് BR കൊടുത്ത് താഴെ ഡിസ്പ്ലേ ചെയ്തു. അത്രയേ ഉള്ളൂ. അതിലത്ര ലോജിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഈ സോർട്ടിങ് പഠിക്കുക. സോർട്ട് എന്ന് പറഞ്ഞാൽ ഈ അറേയിൽ തന്നെയാണ് ചേഞ്ച് വരിക, വേറെ എങ്ങോട്ടും അസൈൻ ചെയ്യല്ല. സോർട്ട് $കാസ് എന്ന് പറഞ്ഞാൽ കാസ് എന്ന് പറഞ്ഞാൽ അറേ തന്നെ മാറി. അതായത് ഈ ക്രിയേറ്റ് ചെയ്ത ഫോർമാറ്റിലല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്ത് കഴിയുമ്പോൾ അറേ ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് സോർട്ടായെന്ന് കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് BMW, ടൊയോട്ട, വോൾവോ. ഓക്കെ, ഇനി അതിൻ്റെ ന്യൂമറിക്കൽ അറേ ആണെങ്കിൽ ഇവിടെ 4, 6, 2, 22, 11 ആണ്. ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്താൽ 2 ആദ്യം, പിന്നെ 4, പിന്നെ 6, പിന്നെ 11, പിന്നെ 22. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2, 4, 6, 11, 22. അതിലും എന്താണ്, സെയിം ഫംഗ്ഷൻ തന്നെയാണ്, സോർട്ട് ഓഫ് $നമ്പേഴ്സ്. അപ്പോൾ അറേ സ്ട്രിങ് ആയിക്കോട്ടെ ന്യൂമറിക്കൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ 2 കൂടെ മിക്സ് ചെയ്തും വരാം. സ്ട്രിങ്ങിൻ്റെ ഇടയിൽ ഇതും കൂടെ നമുക്കിവിടെ ഒരെണ്ണം വേണമെങ്കിൽ കൊടുത്തു നോക്കാം. 22, ഹായ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് കൊടുത്തു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, നോക്കാം. ഇത് ആദ്യം വന്നു, ഹായ് എന്നുള്ളത് ആദ്യം വന്നു. അത് ചിലപ്പോൾ Hന്റെ ആസ്കി വാല്യൂ ആയിരിക്കാം ഈ നമ്പേഴ്സിൻ്റെ ആസ്കി വാല്യൂവിനേക്കാൾ ചെറുത്, അതായിരിക്കാം. അതെന്തോ ഓർഡറാണ് അവർ സ്വീകരിക്കാമെന്ന് അറിയില്ല. ചിലപ്പോൾ സ്ട്രിങ്സ് ഒക്കെ ആദ്യം വെച്ചിട്ട് ഇത് നമ്പേഴ്സ് അവസാനം വെച്ചത്, അങ്ങനെ എന്തെങ്കിലും ആവാം. എന്തായാലും ഈ അറേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ല. അത് തന്നെ സോർട്ട് ചെയ്യാനും ഈ പറഞ്ഞ മിക്സഡായിട്ട് വന്നതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മാത്രം ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സോർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സോർട്ട്, റിവേഴ്സ് സോർട്ട്, അത് പ്രത്യേകിച്ച് നോക്കണ്ട. നേരെ തിരിച്ച് ആൽഫബറ്റിക് ഓർഡറിൽ നേരെ തിരിച്ച് Z എന്നുള്ളത് ആദ്യം വരും, A എന്നുള്ളത് അവസാനം പോകും. അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. നമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ റിവേഴ്സ് സോർട്ട് ഓഫ് $നമ്പേഴ്സ്. ഈ ചേഞ്ച് വരുന്നത് ഈ അറേയുടെ അകത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. സോർട്ട് ഓഫ് $നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചേഞ്ച് വരികയാണ്. ഇതിനകത്ത് 2 എന്നുള്ളത് ആദ്യത്തെ എലമെന്റായി മാറും. പിന്നെ നമ്മൾ $നമ്പേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്താൽ കിട്ടുന്നത് 4 ആയിരിക്കില്ല, 2 ആയിരിക്കും. ഓക്കെ, ആ അറേ തന്നെ സോർട്ട് ചെയ്ത് മാറ്റി. അതല്ലാതെ ആ റിസൾട്ട് വേറൊന്നിലേക്ക് അസൈൻ ചെയ്തിട്ട് പഴയ അറേ അങ്ങനെ ഇരിക്കും, പുതിയത് സോർട്ട് ചെയ്ത അറേ അങ്ങനെയല്ല.
സെയിം അറേയിൽ തന്നെ സോർട്ടഡ് ഓർഡറിലേക്ക് എലമെന്റ്സ് മാറിയെന്ന് അർത്ഥം. ഇനി അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേ നമുക്ക് രണ്ട് രീതിയിൽ സോർട്ട് ചെയ്യാം. ഒന്ന് ആ കീനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാം. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അസോസിയേറ്റീവ് അറേയിൽ, കീ ഉണ്ട് വാല്യൂ ഉണ്ട്. വാല്യൂവിൻ്റെ ഓർഡറിൽ വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കീയുടെ ഓർഡറിൽ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് എ സോർട്ട് എന്നുള്ളതാണ്. സോർട്ട്സ് ആൻഡ് അസോസിയേറ്റീവ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു ദി വാല്യൂ. എ സോർട്ട് അസോസിയേറ്റീവ് അറേ സോർട്ട് എന്നുള്ളതാണ്. നോർമലി അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യാൻ, നോർമലി എന്ന് പറഞ്ഞാൽ ഏത് അറേയുടെയും പ്രധാനപ്പെട്ട സംഭവം എന്താണ്, അതിൻ്റെ വാല്യൂ ആണ് അല്ലേ, ഇൻഡെക്സ് അല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡെക്സ്, ന്യൂമറിക്കൽ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ A0, A1, 2, 3 എന്നുള്ളതിൽ ആ 0, 1, 2, 3 ആണോ ഇമ്പോർട്ടൻ്റ്? അല്ല, അതിൽ കിടക്കുന്ന വാല്യൂസ്. ഏജ് ഓഫ് 0, 1, 2, 3 എന്നുള്ളതിൽ 0, 1, 2, 3 അല്ല, ഏജ് ഓഫ് 1 ആളുടെ എത്രയാണ് ഏജ് എന്നുള്ള വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ വെച്ച് സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സോർട്ട് ഫംഗ്ഷന് കൊടുത്തിരിക്കുന്നത് വെറുതെ എ സോർട്ട് എന്നുള്ളൊരു പേരാണ്. അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യുക. അസോസിയേറ്റീവ് അറേ ചുമ്മാ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി വാല്യൂ ആണ്, കീ അല്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ഒരു ഇത് എങ്ങനെ വരും? വാല്യൂസ് നോക്കാം. 35, 37, 43. ഇതിപ്പോൾ ഓൾറെഡി ഓർഡറിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് അസെൻഡിങ്, ഇത് അസോസിയേറ്റീവ് സോർട്ട് ചെയ്താൽ അതേ ഓർഡറിൽ തന്നെ വരുള്ളൂ. 35, 37, 43. ഇവിടെ ഞാൻ ബെന്നിൻ്റെ വയസ്സ് ഇത്തിരി കൂട്ടുകയാണ്. 47 ആക്കിയാൽ എന്താവും? ബെൻ എന്നുള്ളത് കീ അടക്കം മൂന്നാമത്തേലേക്ക് പോയി. അപ്പോൾ സോർട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വാല്യൂ ആണ്. എ സോർട്ട് എന്ന് പറഞ്ഞാൽ എ സോർട്ട് ഓഫ് $age. അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യാനാണ് എ സോർട്ട്. അപ്പോൾ അതിൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിലേക്ക് അത് ചേഞ്ച് വന്നു. ഇനി ഇത് ഈ ലൂപ്പ് ഞാൻ പറയുന്നില്ല, ഫോർ ഈച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. കീ വാല്യൂ പെയറായിട്ട് എടുക്കുന്നു, കീയും വാല്യൂ ഇവിടെ ഓരോ റോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഓർഡർ മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം പീറ്റർ, പിന്നെ ജോ, പിന്നെ ബെൻ. പീറ്റർ പിന്നെ ജോ. അപ്പോൾ കാരണം വാല്യൂ അടുത്ത് വരുന്നത് 43 ആണ്, അത് കഴിഞ്ഞിട്ടാണ് 47. അതുകൊണ്ട് ആ ഓർഡറിൽ അത് സോർട്ടായി. ഇനി പറയുന്നത് കീ വെച്ചിട്ട് സോർട്ട് ചെയ്യുക. സോർട്ട് അറേ അസെൻഡിങ് ഓർഡർ തന്നെ. ഇപ്പം ആദ്യം പറഞ്ഞത് അസെൻഡിങ് ഓർഡർ ആണ്, മനസ്സിലാക്കുക. അസെൻഡിങ് ഓർഡർ ആണ് അക്കോർഡിംഗ് ടു കീ. അത് നമ്മൾ കെ സോർട്ട് എന്നാണ് പറയുക. കീ വെച്ചിട്ട് സോർട്ട് ചെയ്യുക അസോസിയേറ്റീവ് അറേ. കെ സോർട്ട് $age. അപ്പോൾ $age എന്നുള്ളത് ഒരു അസോസിയേറ്റീവ് അറേ ആയിരിക്കണം കെ സോർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇതുപോലെ കീ വാല്യൂ പേര് കൊടുത്ത അറേ ആയിരിക്കണം കെ സോർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. എ സോർട്ട് വർക്ക് ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ കീയുടെ ബേസിൽ സോർട്ട് ചെയ്താൽ ആദ്യം വരുന്ന ഏതായിരിക്കും? ബെൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് പഴയ എക്സാമ്പിളിൽ തന്നെ ഞാൻ എ സോർട്ട് എന്നുള്ളത് മാറ്റി കെ ആക്കി നോക്കാം. കെ സോർട്ട്, എ സോർട്ട് വാല്യൂ വെച്ച് സോർട്ട് ചെയ്തപ്പോൾ ബെൻ അവസാനമാണ് വന്നത്, കാരണം ബെന്നിൻ്റെ ഏജാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അത് അവസാനം വന്നു. ഇനി ഞാനത് മാറ്റി എ സോർട്ട് മാറ്റി കെ എന്നാക്കി റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് പറ്റി? ബെൻ ആദ്യം വന്നു, കാരണം കീ വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുക. കീയിൽ ഏറ്റവും ആദ്യത്തെ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് ബി എന്ന് പറഞ്ഞ ലെറ്ററാണ്, ബെൻ ആണ്. അടുത്ത വരിക ജോ ആണ്, മൂന്നാമത്തതാണ് പീറ്റർ വരിക. ഓക്കെ, അപ്പോൾ കീ വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ കെ സോർട്ട്. ഇത് വെറുതെ ഇങ്ങനെ കണ്ടാൽ കാര്യമൊന്നുമില്ല, അത് പഠിച്ചിരിക്കണം. ഈ പറഞ്ഞ ഓരോ സോർട്ട് ചെയ്യാനുള്ള ഫങ്ഷൻസും പഠിച്ചിരിക്കുക. ഇപ്പം എല്ലാം പഠിച്ചത് മുഴുവൻ അസെൻഡിങ് ഓർഡറാണ്, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറാണ്. വാല്യൂ ആണെങ്കിൽ, ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയും, മറ്റേത് ആൽഫബറ്റിക് ഓർഡർ എന്ന് പറയും. എ സോർട്ട് ആയാലും കെ സോർട്ട്. എ സോർട്ട് എന്താണ്? അസോസിയേറ്റീവ് അറേയിലാണ് രണ്ടും. അസോസിയേറ്റീവ് അറേയിലും ഇതിനർത്ഥം എന്താണ്? കീ വെച്ചിട്ട് സോർട്ട് ചെയ്യാം, അതിൻ്റെ വാല്യൂ വെച്ചിട്ട് സോർട്ട് ചെയ്യാം. രണ്ടും അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാം. പക്ഷേ രണ്ടിൻ്റെയും അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ്? എ സോർട്ടും കെ സോർട്ടും. എ എന്ന് പറഞ്ഞാൽ വാല്യൂ വെച്ചിട്ട് അസോസിയേറ്റീവ് അറേനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. കെ സോർട്ട് എന്ന് പറഞ്ഞാൽ കീ വെച്ചിട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടു. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ അസോസിയേറ്റീവ് അറേ തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ എ ആർ സോർട്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, എ സോർട്ട് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെ ഒരു ആറ് ചേർത്താൽ എന്താണ്? റിവേഴ്സ്. എ സോർട്ട് എന്തിനായിരുന്നു? വാല്യൂ വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ, വാല്യൂവിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാനാണ് എ സോർട്ട്. 35, 37, 43 വാല്യൂവിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാനാണ് എ സോർട്ട്.
അത് തന്നെ 6 വെച്ചാൽ റിവേഴ്സ് ഓർഡറിൽ, വാല്യൂ തന്നെ റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ ഏറ്റവും ആദ്യം ഇത് വരും ജോ 43 അല്ലേ, വേണ്ട ജോ 43 ആണ്. കാരണം വാല്യൂസ് 43, 37, 35 ഡിസെൻഡിങ് ഓർഡറിൽ പോവുകയാണ്. ഡിസെൻഡിങ് ഓർഡറിൽ പോകുന്നത് വാല്യൂസ്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ AR ഒരു 6 അവിടെ ചേർത്തു, അത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ എസോട്ട് അസെൻഡിങ് ഓർഡറിൽ വാല്യൂ വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ പഠിച്ചെങ്കിൽ ഇത് വാല്യൂ വെച്ച് ഡിസെൻഡിങ് ഓർഡർ ആക്കാൻ AR റിവേഴ്സ് സോർട്ട് ചെയ്യുന്നു. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഇനി കെ സോർട്ട് നമ്മൾ നേരത്തെ കണ്ടു, കെ സോർട്ട് കണ്ടു. എന്താണ്? കീ വെച്ചിട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഒരു 6 ചേർത്താൽ KR സോർട്ട്. കീ വെച്ച് തന്നെയാണ് സോർട്ട് ചെയ്യുന്നത്, പക്ഷെ റിവേഴ്സ് ഓർഡറിലാണെന്ന് മാത്രം. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം പോകണം അല്ലേ. ബെൻ എന്ന് പറഞ്ഞ ആൾ ഏറ്റവും അവസാനം പോകും. കാരണം ആൽഫബറ്റിക് ഓർഡർ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിലാണ്. അപ്പോൾ പി ആദ്യം വന്നു, പിന്നെ ജോ, പിന്നെ ബെൻ. അപ്പോൾ KR സോർട്ട്. അപ്പോൾ ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. നോർമൽ അറേ സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച 2 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സോർട്ടും ആർ സോർട്ടും അല്ലേ. സാധാരണ അറേ, അസോസിയേറ്റീവ് അറേ അല്ലാത്ത സാധാരണ അറേ സോർട്ട് ഉപയോഗിച്ചു, ആർ സോർട്ട് റിവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ അവിടെ 2 ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷെ അസോസിയേറ്റീവ് അറേ വരുമ്പോൾ 4 ഫംഗ്ഷൻ വരും. കാരണം ഇവിടെ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടിംഗ് ഉണ്ട്. കീ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ഉണ്ട്, വാല്യൂ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ഉണ്ട്. കീ വെച്ചിട്ടുള്ള സോർട്ടിംഗ് തന്നെ അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്. വാല്യൂ വെച്ചിട്ടുള്ളതും അസെൻഡിങ്ങും ഉണ്ട്, ഡിസെൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ഫംഗ്ഷൻ വരും. അതിൽ അസെൻഡിങ്ങിന് ഉപയോഗിക്കുന്ന 2 ഫംഗ്ഷനാണ് കെ സോർട്ടും എ സോർട്ടും. കെ സോർട്ട് കെ കാണുന്നതുകൊണ്ട് തന്നെ അറിയാം കീ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ആണ്. എ സോർട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ആണ്. അസോസിയേറ്റീവ് അറേയുടെ നോർമൽ സോർട്ടിംഗ് വാല്യൂ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ KR സോർട്ട് എന്ന് പറഞ്ഞാൽ കീ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ആണ്, പക്ഷേ റിവേഴ്സ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിലാണ്. AR സോർട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ വെച്ചിട്ടുള്ള സോർട്ടിംഗ് ആണ്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണ്. 4 ഫംഗ്ഷനും അത് പഠിക്കുക. ഓക്കെ, ഇനി ഈ അടുത്തൊരു ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. PHP സൂപ്പർ ഗ്ലോബൽസ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ സ്കോപ്പ് ഓഫ് വേരിയബിൾ പഠിച്ചപ്പോൾ ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ വേരിയബിൾ എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പം അതിൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ പുറത്ത്, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു. പക്ഷെ അത് എവിടെ മാത്രമേ ആക്സസിബിൾ ആവുള്ളൂ? ഏത് ഫംഗ്ഷൻ്റെയും പുറത്ത് മാത്രമേ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ ആക്സസ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ അകത്ത് അതിനെ ഡിക്ലെയർ ചെയ്യണം. ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ അകത്ത് അതിനെ ഡിക്ലെയർ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞത് എന്ത് പറഞ്ഞു? എല്ലാ ഗ്ലോബൽ വേരിയബിൾസ് എവിടെ പോയിരിക്കും എന്ന് പറഞ്ഞു? $globals എന്ന് പറഞ്ഞിട്ട് ഒരു അറേയുടെ അകത്ത് പോയി സേവ് ആകും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നിട്ട് ആ അറേ ആക്സസ് ചെയ്യാൻ ഉപയോഗിച്ച ഇൻഡെക്സ് എന്താണ്? അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു നെറ്റ് പസിൽ ഇട്ടപ്പോൾ. ആ അറേ ആക്സസ് ഗ്ലോബൽസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഇൻഡെക്സ് എന്താണ്? ആ വേരിയബിളിൻ്റെ XY അല്ലേ. നമ്മൾ ആ ക്ലാസ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തത് എക്സും വൈ എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് ആണ്. അപ്പോൾ അതിന് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ $globals ഓഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് എന്നുള്ള പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞത് എന്ത് അറേയാണ്? സാധാരണ ഇൻഡെക്സർ അറേയാണോ അതോ അസോസിയേറ്റീവ് അറേയാണോ? അതൊരു അസോസിയേറ്റീവ് അറേയാണ്. കാരണം ഇൻഡെക്സ് ആയിട്ട് വരുന്നത് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു നെയിം അല്ലെങ്കിൽ ഒരു കീ ആണ്. അപ്പോൾ ഗ്ലോബൽസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ PHPയുടെ അകത്ത് ഒരുപാട് സൂപ്പർ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിനകത്ത് അതിനകത്ത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ് നോർമലി ഗ്ലോബൽസ് ആക്സസ് ചെയ്യുക. അത് ഫംഗ്ഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 മെത്തേഡിൽ ഒരെണ്ണമാണ് $globals എന്ന് പറഞ്ഞിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഈ പറയുന്ന സൂപ്പർ ഗ്ലോബൽസ് എന്ന് പറഞ്ഞാൽ ഈ സെഷൻ നമ്മളിപ്പോൾ നമ്മുടെ വെബ് പേജിൻ്റെ അകത്ത് ഒന്നിലധികം പേജുകളുണ്ട്. നമ്മൾ ഈ പേജിൽ നിന്ന് വേറെ പേജിലേക്ക് പോയാലും ഈ പറഞ്ഞ ഗ്ലോബൽസിൻ്റെ അകത്തുള്ള ഇത് നമുക്ക് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന കുറേ സൂപ്പർ ഗ്ലോബൽസ് ആയിട്ടുള്ള കുറേ അറേസിൻ്റെ പേരുകളാണ് ഈ താഴെ കാണുന്നത്. അതായത് സൂപ്പർ എല്ലാത്തിനും പുറത്ത് എത്ര പേജ് മാറിപ്പോയാലും നമ്മുടെ ഈ സെഷൻ നമ്മൾ ബ്രൗസർ ക്ലോസ് ചെയ്യുന്നവരെ, സെഷൻ അവസാനിക്കുന്നവരെ ഈ പറഞ്ഞ വേരിയബിൾസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറേസിലുള്ളതെല്ലാം എവിടെയും ആക്സസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ സെഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഫേസ്ബുക്കിൻ്റെ തന്നെ നിങ്ങളിപ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് കയറി.
ലോഗിൻ കൊടുക്കുന്ന പേജ് ഒന്ന്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന വേറൊരു പേജിലേക്കാണ്. അപ്പം അവിടെ ഈ കയറിയിരിക്കുന്ന ആൾ നിങ്ങൾ തന്നെയാണെന്നുള്ളത് അവിടെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേജും വേറെ ആൾ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പേജും ഡിഫറെൻ്റ് അല്ലേ? അപ്പം നിങ്ങളാണെന്ന് അവിടെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആദ്യത്തെ പേജിൽ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും രണ്ടാമത്തെ പേജിൽ ആക്സസിബിൾ ആവണം. അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ അതിൽ നിന്ന് വേറൊരു പേജിലേക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അവിടെയും ആക്സസ് ആവണം. എങ്കിൽ മാത്രമേ നിങ്ങൾ തന്നെയാണെന്നുള്ള ഐഡൻറ്റിറ്റി എല്ലാ പേജിലും ഈ പറഞ്ഞ ബ്രൗസറിന് അല്ലെങ്കിൽ ആ സെർവറിന് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഒരു സെഷൻ, അതിനാണ് നമ്മളൊരു സെഷൻ എന്ന് പറയുക. ചില സമയത്ത് നമ്മൾ ചില ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയ കുറേ നേരം വെറുതെ ഇരുന്ന സെഷൻ ഔട്ടായി, അതായത് നിങ്ങളാണെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പോയി എന്ന് അർത്ഥം. ഓക്കെ, അപ്പം അതുപോലെ ഒരുപാട് പേജുകളിൽ നമ്മൾ സെഷൻ തീരുന്നവരെ എല്ലായിടത്തും നമുക്ക് കിട്ടേണ്ട കുറേ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ആ അറേസിന് അല്ലെങ്കിൽ പറയുന്ന പേരാണ് അത്. എല്ലാം മിക്കവാറും എല്ലാം അസോസിയേറ്റീവ് അറേസ് ആണ്. അതിന് നമ്മൾ സൂപ്പർ ഗ്ലോബൽസ് എന്നാണ് പറയാം. സൂപ്പർ ഗ്ലോബൽസ്. സാധാരണ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിനകത്തുള്ള ഗ്ലോബൽ സ്കോപ്പ് ആണെങ്കിൽ, സൂപ്പർ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജ് അല്ല, നമ്മൾ ഒരു സെഷൻ, എക്സാമ്പിൾ പറയുന്നത് യൂസർ നെയിം പാസ്വേഡ് തന്നെ ഒരിടത്ത് കൊടുത്ത് കയറി ആ ഒരു സൈറ്റിൻ്റെ എത്ര പേജിൽ പോയാലും ഇത് ഇന്ന ആളാണെന്നുള്ളത് അവിടെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അയാളുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ബാങ്കിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ സെൻഡ് ചെയ്യുന്ന വേറെ പേജിൽ നിന്നാണ്. പൈസ സെൻഡ് ചെയ്യാൻ എനിക്കേ അവകാശമുള്ളൂ. അതായത് ഇന്ന ആൾ തന്നെയാണ്, ഈ യൂസർ നെയിമുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ അത് സെൻഡ് ചെയ്യുന്നതെന്നുള്ളത് സെർവറിന് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അറിയിക്കാൻ എന്ത് ചെയ്യും? ഈ യൂസർ നെയിം പാസ്വേഡ് ഇതുപോലുള്ള എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അതിനെ നമ്മൾ സെഷൻ കുക്കി എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കും. ഈ മൊഡ്യൂളിൽ തന്നെ നമുക്കത് പഠിക്കാനുണ്ട്, സെഷനും കുക്കിയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഒരു സെഷൻ തീരുന്നവരെ അല്ലെങ്കിൽ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്യുന്നവരെ എവിടെ നിന്നും ഈ സെർവറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറേ അറേസ് ഉണ്ട്. എല്ലാം അസോസിയേറ്റീവ് അറേസ് ആണ്. ഇതിനെല്ലാം കൂടി മൊത്തത്തിൽ പറയുന്നതാണ് സൂപ്പർ ഗ്ലോബൽസ്, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഓൾവേസ് ആക്സസിബിൾ regardless of scope, and you can access them from any function, class or file without having to do anything. ഏത് ഫംഗ്ഷനിൽ നിന്നും ആക്സസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡോളർ ഗ്ലോബൽസ്, ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എക്സും വൈ എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിനെ നോർമലി എക്സും വൈ ആയിട്ട് ഫംഗ്ഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡോളർ ഗ്ലോബൽസ് ഓഫ് എക്സ്, ഡോളർ ഗ്ലോബൽസ് ഓഫ് വൈ എന്നുള്ള പേരിൽ ഫംഗ്ഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യാം. ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമല്ല ഏത് ഫംഗ്ഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു പേജിലും വേറൊരു ഫയൽ അല്ലേ, ഓർ ഫയൽ എന്ന് പറയുന്നുണ്ട്. വേറെ പേജ് എന്ന് പറഞ്ഞാൽ വേറൊരു വെബ് പേജ്, വേറൊരു ഫയലല്ലേ അത്, അവിടെയും ആക്സസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സൂപ്പർ ഗ്ലോബൽസ് എന്ന് പറയാം. വി ക്യാൻ ആക്സസ് സൂപ്പർ ഗ്ലോബൽസ് ഫ്രം എനി ഫംഗ്ഷൻ, എനി ക്ലാസ്, എനി ഫയൽ വിത്തൗട്ട് ഹാവിങ് ടു ഡു എനിത്തിങ്. സോ ഈ പേരുകൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അത് ആക്സസ് ചെയ്യാൻ. അപ്പം അതിൽ വരുന്ന കുറേ അറേസിൻ്റെ പേരുകൾ നിങ്ങൾ തൽക്കാലം ഇത് നമ്മൾ കണ്ടതാണ് ഡോളർ ഗ്ലോബൽസ്. അത് നമ്മൾ എവിടെയൊക്കെ ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, എക്സും വൈയും നമ്മൾ ഫംഗ്ഷൻ്റെ പുറത്ത് തുടക്കത്തിൽ PHP എന്നുള്ള ടാഗ് കഴിഞ്ഞിട്ട് $x=10, $y=5 എന്ന് കൊണ്ട് ഡിക്ലെയർ ചെയ്താൽ അത് എവിടെ എത്തും? ഈ ഡോളർ ഗ്ലോബൽസിൻ്റെ അകത്ത് എക്സ് എന്നുള്ളൊരു ഇൻഡെക്സിൽ അതിൻ്റെ വാല്യൂ 10 ആയിട്ട് സ്റ്റോർ ചെയ്യും. അടുത്തത് ഡോളർ ഗ്ലോബൽസ് ഈ സെയിം അറേയിൽ തന്നെ വൈ എന്ന് പറയുന്ന കീയിൽ, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കീ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, വൈ എന്ന് പറയുന്ന കീയിൽ വാല്യൂ 5 ആയിട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഡോളർ ഗ്ലോബൽസ് വെച്ചുകൊണ്ട് എക്സിൻ്റെ വൈയുടെ വാല്യൂ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇതൊരു സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അസോസിയേറ്റീവ് അറേസ് ആണ് ഇതെല്ലാം. അതുപോലുള്ള ഒരുപാട് അറേസ് ഉണ്ട്. അതിലൊന്ന് സൂപ്പർ ഗ്ലോബൽസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. $_server എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറുമായി ബന്ധപ്പെട്ട കുറേ വേരിയബിൾസിൻ്റെ ഇൻഫർമേഷൻ തരുന്ന ഇതാണ്. $_server നെയിം എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള വാല്യൂ സെർവറിൻ്റെ പേരായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള IP അഡ്രസ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സൂപ്പർ ഗ്ലോബൽ അറേയാണത് $server. ഈ ഗെറ്റ് പോസ്റ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഉപയോഗിക്കും. അതുപോലെ റിക്വസ്റ്റ്, നമ്മൾ ഗെറ്റ് വഴിയും പോസ്റ്റ് വഴിയും ഒരിടത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യുന്ന വാല്യൂ ഈ അറേയിലേക്കാണ് സ്റ്റോർ ആവുക. ഗെറ്റ് വഴി ഒരു നെയിം സെൻഡ് ചെയ്തു, അപ്പോൾ $get of name എന്നുള്ള കീയിൽ ആ പേര് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് അടുത്ത സ്ഥലത്ത് അടുത്ത പേജിൽ ആക്സസ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ആ ഫോമിൽ അയച്ച വാല്യൂ അടുത്തടുത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏത് തരം മെത്തേഡ് ആണെങ്കിൽ റിക്വസ്റ്റിൽ കിട്ടും. പോസ്റ്റ് മെത്തേഡിലുള്ളത് മാത്രം പോസ്റ്റിൽ കിട്ടും. ഗെറ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യുന്നത് ഗെറ്റിലും, ഇത് രണ്ടും വഴി സെൻഡ് ചെയ്യുന്നതും റിക്വസ്റ്റിൽ കിട്ടും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. പിന്നെ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ വീണ്ടും പഠിക്കും. കുക്കിംഗ് സെഷനും
പഠിക്കും. ഇത്രയും കാര്യം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. 1-2 മാത്രമേ ഡീറ്റെയിൽ സിലബസിൽ എടുത്ത് പറയാത്തതുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഗ്ലോബൽസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അപ്പോൾ അടുത്തതിൽ നമ്മൾ ശരിക്കും ഫോം ഹാൻഡ്ലിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, അതിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കുറേ പേരുടെ അറ്റൻഡൻസ് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ലീഡേഴ്സായിട്ട് സംസാരിച്ചിരുന്നു. കുറേ പേര് സ്ഥിരം കുറേ ആബ്സെൻ്റ് ആവുന്ന കുറേ ആളുകളുണ്ട്, അറ്റൻഡൻസ് വളരെ കുറവായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ അറ്റൻഡൻസ് പബ്ലിഷ് ചെയ്തിരുന്നു. അറ്റൻഡൻസ് 40-ഉം 35-ഉം ഒക്കെ കണ്ടിട്ടും ഒരു പ്രതികരണവും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്താണ് അവരുടെ കാര്യം തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അവരുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇനി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡൻസ് കളയാതെ അറ്റൻഡ് ചെയ്യുക. അസൈൻമെൻറ്റുകൾ സമയത്ത് വെക്കുക. ടെസ്റ്റ് പേപ്പർ പഠിച്ചത് സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. എൻ്റെ മിക്കവാറും ഇനി ടെസ്റ്റ് പേപ്പർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി ബാക്കിയുള്ള നിങ്ങളുടെ ഡീലിങ്സ് അനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ മാനസികമായിട്ട് വല്ലാതെ ഇതായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ കഴിഞ്ഞ ഇതിൽ നിങ്ങൾ കാണിച്ചു വെച്ച ആ ഒരു ഇതുകൊണ്ട്. ഓക്കെ, ഞാനത് വീണ്ടും അത് പറഞ്ഞ് ഇതാകുന്നില്ല. അപ്പോൾ അടുത്ത സെഷനിൽ ഫോം ഹാൻഡ്ലിങ് തുടങ്ങി നമുക്ക് സൂപ്പർ ഗ്ലോബൽസ് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഫോം ഹാൻഡ്ലിങ്ങിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, ആരും ക്ലാസ് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ലോഗൗട്ട് ചെയ്യുന്നു കേട്ടോ.